5-ാമത്തെ അധ്യായം അതിൻ്റെ 16-ാമത്തെ വാക്യം. 1 തെസ്സലോനി 5 പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇടവിടാതെ പ്രാർത്ഥിക്കണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇടവിടാതെ ഈ വിഷയമാണ്. ആമേൻ, സ്തോത്രം. ഈ ഒരു സെന്റൻസ് ആണ് ഇന്ന് പകൽക്കാലം നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. ഇടവിടാതെ എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആമേ, ഇടവിടാതെ ദൈവത്തെ സേവിച്ച് വന്നവരെ കുറിച്ചും ഇടവിടാതെ പ്രാർത്ഥിച്ചവരെ കുറിച്ചെല്ലാം ആമേ സ്വർഗത്തിലെ ദൈവം ആമേ സ്തോത്ര ഹല്ലേലൂയ പുസ്തകത്തിനകത്തളത്തിൽ ആമേ എഴുതി വെച്ചിട്ടുണ്ട്. അവരുടെ ജീവിതത്തിൽ ദൈവം അത്ഭുതം ചെയ്തിട്ടുമുണ്ട്. നമ്മളെല്ലാം പലപ്പോഴും ബ്രേക്ക് കൊടുക്കുന്നവരാ, ഇടവേള കൊടുക്കുന്നവരാ, ആമേ പലതിലും ആമേ സ്റ്റോപ്പ് ചെയ്യുന്നവരാ. നമ്മുടെ ആവശ്യങ്ങൾ നടന്നില്ലെങ്കിൽ പലപ്പോഴും നമ്മൾ പ്രാർത്ഥനയെ എന്ത് ചെയ്യും? ബ്രേക്ക് ചെയ്യും. പ്രാർത്ഥനയെ നമ്മൾ നിർത്തും. ആമേ സ്തോത്രം. കിട്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? പ്രാർത്ഥിക്കാം. കിട്ടിയിട്ട് നമുക്ക് ആരാധിക്കാം. കിട്ടിയിട്ട് ദൈവത്തിന് മഹത്വം കൊടുക്കാം. അല്ല പ്രിയ മക്കളെ, പൗലോസിന്റെ ഭാഷ പറയുകയാണെങ്കിൽ ഇടവിടാതെ നീ സേവിക്കുന്നു എങ്കിൽ ആമേ സ്വർഗത്തിലെ ദൈവം നിന്റെ ജീവിതത്തിൽ എവിടെയാണ് ശത്രു തടസ്സം വെക്കുന്നത്, ആ തടസ്സങ്ങളെ സ്വർഗത്തിലെ ദൈവം ദൂരീകരിച്ചുകൊണ്ട് അത്ഭുതം ചെയ്ത് നടത്തുമെന്ന് ഇന്ന് പകലിൽ ഞാൻ പരിശുദ്ധാത്മാവ് വിളിച്ചു പറയുകയാണ്. നമുക്കൊന്ന് ചിന്തിക്കാം, നമുക്കൊന്ന് നോക്കാം. ആമേ, ദാനിയേൽ പ്രവചനം 6-ാം അധ്യായത്തിന്റെ 20-ാം വാക്യം ഒന്ന് വായിച്ചേ. ദാനിയേൽ പ്രവചനം 6-ാം അധ്യായത്തിന്റെ 20-ാമത്തെ വാക്യം. ഇദ്ദേഹം എങ്ങനെയായിരുന്നു സേവിച്ചിരുന്നത് ദൈവത്തെ? ഇടവിടാതെ സേവിച്ചു വരുന്ന ദൈവം നിന്നെ സിംഹങ്ങളിൽ നിന്ന് നിന്നെ രക്ഷിപ്പാൻ പ്രാപ്തനായോ? പട്ടിയിൽ നിന്ന് ഇന്ന് രക്ഷപ്പെടാൻ വേണ്ടി മനുഷ്യൻ പെടാപ്പാട് പെടുകയാ. നമ്മുടെ രാജ്യത്തില് അമസ്വതം പട്ടി കടിച്ചുള്ള മരണങ്ങൾ കൂടിക്കൊണ്ടിരിക്കുകയാ. അമസ്വതം വെറും ഒരു കൊച്ചു പട്ടിയിൽ നിന്ന് രക്ഷപ്പെടുവാൻ വേണ്ടി അമസ്വതം വലിയ തികവുള്ള പല വ്യക്തിത്വങ്ങളും ആമസ്വതം പെടാപ്പാട് വിടുമ്പോൾ ഇവിടെ പറയുന്നത് സിംഹമല്ല, സിംഹങ്ങളാണ്. ആമേ സ്തോത്രം. ഒന്നിൽ ആമേ കൂടുതൽ ആമേ സ്തോത്രം ആമേ സിംഹങ്ങളാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ആമേ സ്തോത്രം. ദൈവത്തിന്റെ ദാസനായ ദാനിയേലേ, നീ ഇടവിടാതെ സേവിച്ചു വരുന്ന നിന്റെ ദൈവം സിംഹങ്ങളിൽ നിന്ന് നിന്നെ രക്ഷിപ്പാൻ പ്രാപ്തനായോ? ആമേ സ്തോത്രം. ആരിൽ നിന്നാണ്? സിംഹങ്ങളിൽ നിന്ന്. ഒന്നല്ല, ഒന്നിൽ കൂടുതൽ. ആമേ, ഒന്നിലധികം. എത്രയുണ്ടെന്ന് നമുക്കറിയത്തില്ല. ചിലപ്പോൾ ഒത്തിരി ഉണ്ടാകാം. ആമേ, അല്ലെങ്കിൽ ഞാൻ പറയുന്നത് 2 എണ്ണമെങ്കിലും ഉണ്ടാകാം. ആമേ സ്തോത്രം. ഒന്നല്ല, ഏകവചനമല്ല, അവിടെ പറഞ്ഞിരിക്കുന്നത് ബഹുവചനമാണ്. ആമേ സ്തോത്രം. ആമേ, നീ ഇടവിടാതെ സേവിച്ചു വരുന്ന ദൈവം നിന്നെ സിംഹങ്ങളിൽ നിന്ന് രക്ഷിപ്പാൻ പ്രാപ്തനായോ എന്ന് രാജാവ് ആമേ ദാനിയേലിനോട് ആമേ ചോദിക്കുകയാണ്. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ മക്കളെ, ആമേ സ്തോത്രം. ഇന്ന് ആമേ സ്തോത്രം ആമേ പകലിൽ ആമേ സ്തോത്രം പരിശുദ്ധ ദൈവം നമ്മളോട് ഇടപെടുന്നു. ആമേ, നിന്റെ പ്രാർത്ഥനകൾക്കും നിന്റെ ആരാധനകൾക്കും നിന്റെ വചനധ്യാനത്തിനും നിന്റെ ഉപവാസത്തിനും അയവ് കൊടുക്കാതെ വണ്ണം ആമേ തിരുമുഖത്തേക്ക് നോക്കി ഇടതടവില്ലാതെ വണ്ണം നീ അവനെ ആരാധിക്കുന്നു എങ്കിൽ, അവന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു എങ്കിൽ, നിന്റെ മുമ്പിൽ കടന്നു വരുന്ന സിംഹത്തിന്റെ ഗുഹയായിക്കൊള്ളട്ടെ, തീച്ചൂളയായിക്കൊള്ളട്ടെ, ചെങ്കടലായിക്കൊള്ളട്ടെ, നിനക്ക് തടസ്സമായി വെല്ലുവിളിയായി ഉയർന്നു വരുന്ന ഏത് വിഷയത്തിൽ നിന്നും ദൈവം നിന്നെ വിടുവിച്ചെടുപ്പാൻ പ്രാപ്തന. ദൈവം നിന്നെ വിടുവിച്ചെടുപ്പാൻ പ്രാപ്തന. ഹല്ലേലൂയ. ചെറിയൊരു കാര്യമല്ല പ്രിയ മക്കളെ. ഇവൻ ആമേ സേവിച്ചു വരുന്നത് ഇടവിടാതെ സേവിച്ചു വരുന്നു എന്ന് പറയുന്നത് ഇടവിടാതെയുള്ള പ്രാർത്ഥനകളിലാണ്. ആമേ, രേഖ തനിക്ക് വിരോധമായി എഴുതിയിരിക്കുന്നു എന്നറിഞ്ഞപ്പോൾ എന്നും ചെയ്തു വരുന്നത് പോലെ ആമേ യെരൂശലേമിന്റെ നേരെ കിളിവാതിൽ തുറന്നിട്ടുകൊണ്ട് ദാനിയേൽ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ആമേ സ്വതം. എത്ര നേരം? ആമേ സ്വതം 3 നേരം അവൻ മുട്ടുകുത്തി പ്രാർത്ഥിക്കാൻ തുടങ്ങി. നമുക്കൊന്ന് വായിക്കാം പ്രിയമക്കളെ. 10-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. എന്നാൽ രേഖ എഴുതിയിരിക്കുന്നു എന്ന് ദാനിയേൽ അറിഞ്ഞപ്പോൾ അവൻ വീട്ടിൽ ചെന്നു. അവന്റെ മാളിക മുറിയുടെ കിളിവാതിൽ യെരൂശലേമിന് നേരെ തുറന്നിരുന്നു. താൻ മുമ്പേ
ചെയ്തു വന്നതുപോലെ 3 ദിവസം 3 പ്രാവശ്യം മുട്ടുകുത്തി തന്റെ പ്രാവശ്യം പ്രാർത്ഥിക്കുമായിരുന്നു? 3 പ്രാവശ്യം ഇടവിടാതെ. ആമേൻ, സ്തോത്രം. ആമേൻ, ആമേൻ. ദാവീദ് ഇപ്രകാരം പറയുന്നുണ്ട്, രാവിലെയും വൈകുന്നേരത്തും ഉച്ചയ്ക്കും എന്റെ സങ്കടം ബോധിപ്പിച്ച് ഞാൻ കരയും. ആമേൻ, സ്തോത്രം. ഇന്ന് പകലിൽ പ്രിയമക്കളെ, ആമേൻ, സ്തോത്രം, മടുത്തു പോകാതെ നീ ദൈവസൽ ഇടിവിൽ നിന്നാൽ നീ സേവിക്കുന്ന ദൈവം കല്ലും മണ്ണും മരവുമല്ല. അവൻ ജീവനുള്ള ദൈവമാണ്. അവൻ കേൾപ്പാൻ കഴിവുള്ള ദൈവമാണ്. അവൻ കാണാൻ കണ്ണുള്ള ദൈവമാണ്. അവൻ പ്രവർത്തിക്കാൻ കൈകാലുകളുള്ള ദൈവമാണ്. ഹല്ലേലൂയ. നിന്നെ കൈവിട്ട് കളയത്തില്ല പ്രിയമക്കളെ. ആമേൻ, നിന്നെ കൈവിട്ട് കളയത്തില്ല. നിനക്ക് വേണ്ടി ഇറങ്ങി പ്രവർത്തിക്കാൻ കഴിവുള്ള ഒരു ദൈവത്തെയാണ് ഞാൻ നിങ്ങൾ ആരാധിക്കുന്നത്. അവൻ കൈവിട്ട് കളയുന്ന ദൈവമല്ല, അവൻ സൂക്ഷിച്ച് നടത്തുന്ന ദൈവമാ. മകളെ, നിന്നെ കൈവിട്ട് കളയുന്ന ദൈവമല്ല. അതുരമന ശകതൽ കടകരകക്ഷതാരകസി. ആമേ, മരണത്തിന്റെ വക്കിൽ നിന്ന് അല്ലെങ്കിൽ ആമേ ശത്രുവിന്റെ കയ്യിൽ നിന്ന് നിന്നെ വിടിവിച്ചാണ് സ്വർഗത്തിലെ ദൈവം ഇന്ന് നിലനിർത്തിയിരിക്കുന്നതെന്ന പരിശുദ്ധാത്മാവ് ഇടപെടുകയാണ്. ഒരു പക്ഷേ നിന്നോട് മുഖപരിചയമുള്ള വ്യക്തിത്വങ്ങൾക്ക് നിന്റെ സങ്കടമോ ദുഃഖമോ മനസ്സിലാകത്തില്ല. എന്നാൽ നിന്നെ സൃഷ്ടിച്ചിരിക്കുന്ന സ്വർഗത്തിലെ ദൈവത്തിന് നിന്റെ കണ്ണുനീരും പ്രയാസങ്ങളും കാണാൻ കഴിയുന്നുണ്ടെന്ന് പരിശുദ്ധാത്മാവ് ഇടപെടുകയാണ്. പലതിന്റെ മുമ്പിൽ നീ ഒരു പരിഹാസപാത്രമാ. ആമേ, പലരും നിന്നെ വേദനിപ്പിക്കുന്നുണ്ട്. ആമേ, പലരും നിന്നെ ദുഃഖിപ്പിക്കുന്നുണ്ട്. ആമേ, സ്വന്തം ചിലതിന്റെ വാക്കുകളൊക്കെ നിന്റെ ഹൃദയത്തെ മുറിക്കുന്നുണ്ട്. നിർത്തിയിരിക്കുന്ന ദൈവത്തിന്റെ കൃപയെന്ന് പരിശുദ്ധാത്മാവ് ഇടപെടുകയാണ്. ഞാൻ നിന്നെ കൈവിടത്തില്ല, ഞാൻ നിന്നെ ഉപേക്ഷിക്കത്തില്ല. ഈ കർത്താവുമായിട്ടൊന്ന് പറ്റിയിരിപ്പാൻ നിനക്ക് മനസ്സുണ്ടെങ്കിൽ അത്ഭുതങ്ങളെ ചെയ്യുവാൻ കഴിവുള്ള ഒരു ദൈവം ഇന്ന് പകൽക്കാലം നമ്മുടെ മധ്യത്തിലുണ്ടെന്ന് പരിശുദ്ധാത്മാവ് ഇടപെടുകയാ. ഭാരപ്പെടേണ്ട ഒരു ശുഭകാലമുണ്ട് കേട്ടോ. മക്കളെ ഓർത്ത് ഒത്തിരി വേദനയുണ്ട്. ചിലതിന്റെയൊക്കെ മുഖം നിന്റെ മുമ്പിൽ കാണുന്നത് കൊണ്ട് ഇന്ന് നീ ജീവനോടെ ഇരിക്കുന്നത്. പലവട്ടം ജീവിതത്തെ തകർത്ത് കളയാൻ പൈശാചിക ശക്തി ശ്രമിച്ചതാണ്. ഹല്ലേലൂയ. എന്നാൽ നിർത്തിയിരിക്കുന്ന ദൈവത്തിന്റെ കൃപ, അവന്റെ ദയ, അവന്റെ കരുണ എന്ന പരിശുദ്ധാത്മാവ് ഇടപെടുകയാണ്. ഞാൻ നിന്നെ കൈവിടത്തില്ല, ഞാൻ നിന്നെ ഉപേക്ഷിക്കത്തില്ല. കരുതലിന്റെ കരം നിന്റെ കുടുംബത്തിന്മേൽ ദൈവം നീട്ടും. നിന്റെ തലമുറകളെ പരിശുദ്ധ ദൈവം മാനിക്കും. സ്വതം കടിച്ചു കീറി പോകുമെന്നും. പഴയ നിയമത്തിലൊരു വാക്യമുണ്ട്, കടിച്ചു കീറി പോകുമെന്ന് കൊള്ളയായി തീരുമെന്നും ചിന്തിച്ച തലമുറകൾ കനാനിൽ കാല് വെച്ചതുപോലെ നിന്റെ തലമുറകൾ നശിച്ചു പോകത്തില്ല. സ്വർഗത്തിലെ ദൈവം അവർക്ക് വേണ്ടി ഒരു കരുതലിന്റെ വഴി നീട്ടിയിട്ടുണ്ടെന്ന് ദൈവത്തിന്റെ ആത്മാവ് ഇടപെടുകയാണ്. വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണാം. വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണും. വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണും. അവനെന്റെ ഉപനിധി യാവത് ദിവസം വരെയും കാക്കുവാൻ ശക്തനായ ദൈവത്തെയാണ്. എന്റെ മകളെ, ഹല്ലേലൂയ. ഇന്ന് ദൈവം നിന്നെ കൊണ്ടുവന്നതാ. ഇന്ന് ദൈവം നിന്നെ കൊണ്ടുവന്നതാ. ഇന്ന് നിന്റെ ജീവിതത്തിന്റെ ഒരു ടേണിംഗ് പോയിന്റ് എന്ന പരിശുദ്ധാത്മാവ് ഇടപെടുകയാ. അടഞ്ഞിരിക്കുന്ന ചില വാതിലുകളെ തുറന്നുകൊണ്ട്, അടച്ചു വെച്ചിരിക്കുന്ന ചില മേഖലകളെ പരിശുദ്ധ ദൈവം തുറന്നുകൊണ്ട് സിംഹം പോലെ ഗർജിക്കുന്ന ചിലതൊക്കെ മുമ്പിലുണ്ട്. ഹല്ലേലൂയ. വാ പിളർക്കുന്ന സർപ്പം പോലെ വാ പിളർക്കുന്ന ചിലതൊക്കെ നിനക്ക് മുമ്പിലുണ്ട്. എന്നാൽ നിനക്ക് വിശ്വസിക്കാൻ കഴിയുമോ? യേശു നിന്നെ സഹായിക്കും. ആർക്കും സഹായിക്കാൻ പറ്റാത്ത മേഖലകൾ സഹായിക്കാൻ കഴിവുള്ള ഒരു കർത്താവുണ്ടെന്ന് പരിശുദ്ധാത്മാവ് ഇടപെടുകയാണ്. നിന്റെ നിലവാരങ്ങൾക്ക് ദൈവം മാറ്റം വരുത്തും. കർത്താവിൽ ആശ്രയിച്ചു. ഇവിടെ പറയുന്നത് സിംഹങ്ങൾ സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം, നിനക്ക് കേട് വരുത്തിയോ എന്നാണ് രാജാവ് ചോദിക്കുന്നത്. എന്നാൽ ഇവനെ കുറിച്ച് പറയുന്നത് ഇവൻ ഇടവിടാതെ എന്ത് ചെയ്യുന്നവനാ? ആര് ഇതിൻ്റെ അകത്ത് അങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട്? നല്ല പോലെ ഇരിക്കുമ്പോഴല്ല പ്രിയമക്കളെ, പ്രതികൂലം വരുന്ന സമയത്ത്. നല്ല പോലെ ഇരിക്കുമ്പോൾ പ്രാർത്ഥിക്കാൻ ഇഷ്ടം പോലെ ആളുകളുണ്ട്. കുഴപ്പമൊന്നുമില്ല, കയ്യിൽ പൈസയുണ്ട്, നന്മയുണ്ട്, ചെറുതും വലുതുമായ സകല കാര്യഗതികളും നമ്മൾ നിയന്ത്രിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ നമുക്കൊന്നിനും കുറവില്ലാതെ വണ്ണം നമ്മൾ കടന്നു പോകുന്നു. എന്നാൽ പ്രതികൂലമായിരിക്കുന്ന സാഹചര്യത്തിൽ എല്ലാ വഴികളും അടഞ്ഞ്, എല്ലാ കരങ്ങളും ശൂന്യമായി, മുഖപരിചയക്കാര് പോലും വിളിച്ചിട്ട് ഫോൺ എടുക്കാത്ത ചില സാഹചര്യങ്ങൾ നിന്റെ ജീവിതത്തിൽ നേരിടുമ്പോൾ അപ്പോഴാണ് നീ കർത്താവിലേക്ക് നോക്കേണ്ടത്. അപ്പോഴാണ് നീ യേശുവിലേക്ക് നോക്കേണ്ടത്. അവിടെയാണ് ദൈവപ്രവൃത്തി നിന്റെ ജീവിതത്തിന് പരിശുദ്ധ ദൈവം വെളിപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നത്. രേഖ നിനക്ക് വിരോധമായി എഴുതുമ്പോൾ
വചനം പറയുന്നത് രേഖ 10-ാം വാക്യം. എന്നാൽ രേഖ എഴുതിയിരിക്കുന്നു എന്ന് ദാനിയേൽ അറിഞ്ഞപ്പോൾ അവൻ വീട്ടിൽ ചെന്നു. അവന്റെ മാളികമുറിയുടെ കിളിവാതിൽ യെരൂശലേമിന് നേരെ തുറന്നിരുന്നു. താൻ മുമ്പേ ചെയ്തു വന്നതുപോലെ ദിവസം 3 പ്രാവശ്യം മുട്ടുകുത്തി തന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ച് സ്തോത്രം ചെയ്തു. എന്നാൽ രേഖ എഴുതിയിരിക്കുന്നു എന്ന് ദാനിയേൽ അറിഞ്ഞപ്പോൾ അവൻ വീട്ടിൽ ചെന്ന് അവന്റെ മാളികമുറിയുടെ കിളിവാതിൽ യെരൂശലേമിന് നേരെ തുറന്ന് താൻ മുമ്പേ ചെയ്തു വന്നതുപോലെ ദിവസം 3 പ്രാവശ്യം എന്ത് ചെയ്യാൻ തുടങ്ങി? മുട്ടുകുത്തി തന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ച് സ്തോത്രം ചെയ്യാൻ തുടങ്ങി. പ്രൈസ് ദി ലോർഡ്. എന്ത് ചെയ്തപ്പോഴാ? രേഖ വിരോധമായി എഴുതിയപ്പോൾ, രേഖ അനുകൂലമായി എഴുതിയപ്പോഴല്ല. കേട്ടോ പ്രിയ മക്കളെ, കയ്യിൽ നന്മയും അക്കൗണ്ടിൽ ആമസ്വത പൈസയും കയ്യിൽ കാർഡും അല്ലെങ്കിൽ ആമസ്വത മൊബൈലിന്റെ ഏതെങ്കിലും ആപ്പും വെച്ചുകൊണ്ടല്ല, ഒന്നുമില്ലാത്ത സാഹചര്യത്തിൽ കരം ശൂന്യമായി പോകുന്ന മേഖലകൾ ആമേശ്വതം ഞെരുക്കവും പ്രയാസവും അനുഭവിക്കുന്ന സാഹചര്യത്തിൽ പ്രതികൂലമായി എഴുതിയിരിക്കുന്ന സമയം, അപ്പോൾ ദൈവസ്ഥൽ മുഴങ്കാൽ മടക്കുവാൻ കഴിയുമോ എന്നാണ് പരിശുദ്ധാത്മാവ് ചോദിക്കുന്നത്. രേഖ ആമേശ്വരം തനിക്ക് വിരോധമായി എഴുതിയിരിക്കുന്നു എന്നറിഞ്ഞപ്പോൾ എന്നും ചെയ്യുന്ന അന്നത്തെ പ്രാർത്ഥന കുറച്ചില്ല പ്രിയ മക്കളെ. നമ്മളൊക്കെ ആണെങ്കിൽ അന്നത്തെ ദിവസം പോക്ക, അല്ലെങ്കിൽ പിറ്റേ ദിവസം പോക്ക. ഇതെന്ത് പരിപാടിയാ കർത്താവേ, നിന്നെ ഇത്രയധികം ഞങ്ങൾ ആരാധിച്ചിട്ടും സ്തുതിച്ചിട്ടും എന്റെ ജീവിതത്തിൽ നിന്ന് പ്രശ്നം മാറിപ്പോകാത്തത് എന്താ? ഒരുത്തന്റെ ചോദ്യം, അല്ലയോ പരാക്രമശാലിയായ ഗിദെയോനെ, യഹോവ നിന്നോട് കൂടെയുണ്ട്. സ്തോത്രം. ന്യായാധിപന്മാരുടെ പുസ്തകം 6-ാം അധ്യായം അതിന്റെ 12, 11, 12 വാക്യം. ന്യായാധിപന്മാരുടെ പുസ്തകം 6-ാം അധ്യായത്തിന്റെ 11, 12 വാക്യം. അനന്തരം യഹോവയുടെ ഒരു ദൂതൻ വന്ന് ഒഫ്രയിൽ അബിയേസ്യനായ യോവാശിന്റെ കരുവേലകത്തിന്റെ കീഴിയിരുന്നു. അവന്റെ മകനായ ഗിദെയോൻ ഗോതമ്പ് മിദ്യാനയുടെ കയ്യിൽ പെടാതിരിക്കേണ്ടതിന് മുന്തിരിച്ചക്കിനരികെ വെച്ച് മെതിക്കുകയായിരുന്നു. യഹോവയുടെ ദൂതൻ അവന് പ്രത്യക്ഷനായി, അല്ലയോ പരാക്രമശാലിയെ, യഹോവ നിന്നോടുകൂടെ ഉണ്ട് എന്ന് അവനോട് പറഞ്ഞു. ഗിദെയോൻ അവനോട്, അയ്യോ യജമാനനെ, യഹോവ നമ്മോടുകൂടെ ഉണ്ടെങ്കിൽ ഇതാണ് നമ്മുടെ വിഷയം. കർത്താവെ, നിന്നെ ആരാധിച്ചിട്ടും സ്തുതിച്ചിട്ടും നിന്നെ സേവിച്ചിട്ട് എന്റെ സ്ഥിതിക്ക് മാറ്റം വരാത്തത് എന്താ? ദൈവസന്നിധി ഞാൻ ഇത്രയും ഉപവസിച്ചിട്ടും എന്റെ ജീവിതത്തിൽ മാറ്റം വരാത്തത് എന്താ കർത്താവേ? ആമേശ്വരം. ഇതിനകത്ത് എന്റെ മുഖത്തേക്ക് നോക്കിയിരിക്കുന്ന പലരുടെയും അകത്തളത്തിൽ അവരവർ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യമാ. ആമേശ്വരം. മൗനമായിട്ട് പലരും പറയുന്നുണ്ട്, ശരിയാ പാസ്റ്റേ, ഞാനും കഴിഞ്ഞ നാളുകളിൽ ഞങ്ങൾ ചോദിച്ചു പോയി, ഞാനും അങ്ങനെ ചിന്തിച്ചു പോയി. ആമേശ്വരം. ഇതുപോലെ ചിന്തിക്കുകയാണ് ആമേശ്വര ഗിദെയോൻ എന്ന് പറയുന്ന ശക്തനായൊരു മനുഷ്യൻ. യഹോവ നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ ഇതൊക്കെയും നമുക്ക് ഭാവിക്കുന്നത് എന്ത്? പണിയെടുക്കുകയാ, അധ്വാനിക്കുകയാ, പണി ചെയ്യുന്നുണ്ട്, അധ്വാനിക്കുന്നുണ്ട്, സകലതും ചെയ്യുന്നു, പ്രാർത്ഥിക്കത്തില്ല. സ്തോത്രം. രാവും പകലും പണിയെടുക്കും, രാവും പകലും അധ്വാനിക്കും, രാവും പകലും പ്രവർത്തിക്കും, രാവും പകലും ഓടും. ചെയ്യാൻ പറ്റുന്നതെല്ലാം ചെയ്യും. ആമേശ്വത അധ്വാനശീലന, ആമേശ്വത പരാക്രമശാലിയ. പക്ഷെ എന്ത് ചെയ്യത്തില്ല? ദൈവമായിട്ടുള്ള ബന്ധത്തിൽ ഒന്നും മാറിയിരിക്കത്തില്ല. ആമേശ്വത. എന്റെ കുഞ്ഞെ, എന്റെ ഗിദെയോനെ, നിന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നത് അപ്പന്റെ ശബ്ദം കേൾപ്പാൻ തക്ക വിധം ദൈവത്തിന്റെ പാദപീഠം ഒന്നിരുന്ന് പ്രാർത്ഥിക്കുക. പ്രതിസന്ധികൾ കയറി വരുമ്പോൾ, മിദ്യാൻ കയറി വരുമ്പോൾ, അമാലേക്കൻ കയറി വരുമ്പോൾ, ഫെലിസ്ത്യൻ കയറി വരുമ്പോൾ, കിഴക്ക് ദേശക്കാരൻ കയറി വരുമ്പോൾ, ദൈവത്തിന്റെ പാദപീഠം ഇരുന്ന് ഒന്ന് പ്രാർത്ഥിച്ച് പ്രാപിപ്പാൻ എത്ര വ്യക്തിത്വങ്ങൾ ഒരുക്കപ്പെടുന്നുണ്ട്. ആമേൻ. പ്രതിസന്ധികൾ വരുമ്പോൾ അവന്റെ പാദപീഠം ഇരിക്കുന്നുണ്ടോ? ഓടുകയാ. അമേശ്വരം. ജപ്തി നോട്ടീസ് വീടിന്റെ വാതിക്കൽ പതിയും. അമേശ്വരം ഓടുകയാ. 1000 രൂപ ഒരു ദിവസം കൂലി കിട്ടുന്നവന് ഓടുകയാ. അമേശ്വരം. 1000 കൊണ്ടൊന്നും എത്തത്തില്ല പ്രിയ മക്കളെ. അമേശ്വരം. 10,000 കൊണ്ട് എത്തത്തില്ല, 1,00,000 കൊണ്ട് എത്തത്തില്ല. എത്തിക്കാൻ കഴിയുന്ന ഒരുത്തനുണ്ട്. അവന്റെ പാദവിടുന്ന് മുട്ടുമടക്ക. അവൻ സ്വർഗത്തിലെ ദൈവം നിനക്ക് വേണ്ടി കരുതുന്നവനാണ്. അവൻ നിന്റെ സകല ചിന്താകുലവും അവന്റെ പാദവിടുമെന്ന് വെച്ചുകൊടുത്തു. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവം നിനക്ക് നിന്റെ തലമുറകൾക്ക് വേണ്ടി അത്ഭുതം ചെയ്യും.
കഴിഞ്ഞ ദിവസം എവിടെയാ? ആ കിഷോർവരന്റെ ഭവനത്തിലാ. ആമേ സ്വതം തന്റെ വീട്ടിൽ കോട്ടേജ് മീറ്റിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആമേ സ്വതം ആമേ കടക്കാര് വന്ന മക്കളെ പിടിച്ചു കൊണ്ടുപോകാൻ വേണ്ടി കടന്നു വന്നിരിക്കുക. മുക്കോളം കടമാണെന്ന്, ആമേ ബാധ്യതകളാണെന്ന്. ആമേ സ്വതം ആ സമയത്ത് അവൾ ഓടിയത് ആമേ സ്വതം പലിശക്കാരന്റെ അടുക്കലല്ല. അവൾ ഓടിയത് ആമേ ഏതെങ്കിലും വിധത്തിലൊന്ന് നിലനിർത്താൻ കഴിയുന്ന അവന്റെ അടുക്കലല്ല, മറിച്ച് ആമേ ദൈവത്തിന്റെ പ്രവാചകനായിരിക്കുന്ന ആമേ എലീശയുടെ അടുക്കലേക്ക് ഓടിച്ചെന്നു. എന്റെ വിഷയം ഇന്നത്, എന്നെ സഹായിക്കണം. അവൾ ഓടിയത് ദൈവപുരുഷന്റെ അടുക്കലേക്കാ. ആമേ സ്വത പുറത്തൊരു മനുഷ്യന്റെ അടുക്കലേക്കല്ല. പ്രതിസന്ധികൾ വരുമ്പോ മുട്ടുമടക്ക. ആമേ സ്വത എങ്ങനെ സേവിക്കണം? ഇടവിടാതെ സേവിക്കണം, ഇടവിടാതെ സേവിക്കണം. ഒരു റൗണ്ട് അല്ല പ്രിയ മക്കളെ, മടുത്തു പോകാതെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കണം. എത്ര പേർക്ക് പറയാൻ കഴിയും, അമ്മ പാസ്റ്റർ പ്രതിസന്ധികൾ കടന്നു വന്നപ്പോ ഞാനിപ്പോ ദൈവത്തോട് കൂടെയാ? എത്ര പേർക്ക് പറയാൻ കഴിയും? അതെല്ലാം മറിച്ച് അമ്മ പ്രതിസന്ധികൾ കടന്നു വരുമ്പോൾ ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നവനാണോ? മാറിപ്പോകരുത്. നിന്റെ ഹൃദയത്തെ പരിശുദ്ധ ദൈവം നോക്കുകയാ. ആമേ. നമ്മളെ സംബന്ധിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ സ്ഥലമല്ലെങ്കിൽ അടുത്ത സ്ഥലം പിടിക്കും, അല്ലേ? ആമേ. ഒരു പ്രതിസന്ധി കടന്നു വരുമ്പോ ആമേ സ്വതം അവിടെ കിട്ടിയില്ലെങ്കിൽ മലയിൽ കയറും, അവിടെ നിന്ന് കിട്ടിയില്ലെങ്കിൽ വേറെ സ്ഥലത്ത് പോകും. ആമേ സ്വതം നിന്റെ ഹൃദയത്തെ ദൈവം നോക്കുകയാ. നീ ഉറച്ചിരിക്കുമോ? ആമേ. നിന്റെ ദൈവത്തിലുള്ള പ്രത്യാശ, ആമേ വിശ്വാസം എങ്ങനെയെന്ന് സ്വർഗത്തിലെ ദൈവം നോക്കുകയാ. എടാ, പ്രതിസന്ധി വന്നാ നീ ഓടോ, എന്നെ വിട്ടു പോകോ? കർത്താവ് നോക്കും. പ്രതികൂലം വന്നാ നീ എന്നെ വിട്ടു പോകുമോ എന്ന് സ്വർഗത്തിലെ ദൈവം നോക്കും. ഹല്ലേലൂയ. അപ്പം നോക്കത്തില്ലേ? ആമേ സ്വതം നമ്മുടെ മക്കൾ നമ്മുടെ കുടുംബത്തിന്റെ അകത്തളത്തിൽ ഒരു കാര്യം ആവശ്യപ്പെട്ടിട്ട് നമ്മൾ കൊടുക്കാതിരിക്കുമ്പോൾ ഇവൻ വീട് വിട്ടു പോകോ എന്ന് അപ്പം നോക്കും. നമ്മൾ നോക്കും, നമ്മളെല്ലാവരും നോക്കും. മടങ്ങി വന്നാൽ വിധേയപ്പെട്ടാൽ ചെയ്തു കൊടുക്കാൻ പറ്റുന്നതാണെങ്കിൽ ചെയ്തു കൊടുക്കും, മനുഷ്യരായിരിക്കും നമ്മൾ. എന്നാൽ സ്വർഗത്തിലെ ദൈവം അങ്ങനെയല്ല. അവന് അസാധ്യം എന്ന് പറയുന്ന ഒരു പദമില്ല. സകലതും സാധ്യമാക്കി തരുവാൻ കഴിവുള്ള ആ സ്വർഗത്തിലെ ദൈവം നിനക്ക് നിന്റെ തലമുറകൾക്ക് വേണ്ടി അത്ഭുതം ചെയ്യുന്നവനാകൊണ്ട് ഇന്ന് പകലിൽ പ്രതിസന്ധികൾ കയറി വരുമ്പോൾ ഇടവിടാതെ പ്രാർത്ഥിപ്പാൻ. ആമേൻ. ഇവനെന്ത് ചെയ്യുക? പരാക്രമശാലിയാ. എന്ത് ചെയ്യുക അവനെ? ആമേ. മുന്തിരി ചക്കിനരികെ വെച്ച് ഗോതമ്പ് മെതിച്ചുകൊണ്ടിരിക്കുക. എല്ലാ പണിയും ചെയ്യും, സകല പണിയും ചെയ്യും. ചില ആളുകളുണ്ട് ഔട്ട്സൈഡിലുള്ള എല്ലാ കാര്യം ചെയ്യും. ഒന്ന് പ്രാർത്ഥിക്കാൻ സഹോദരനാന്ന് പറഞ്ഞാൽ, അയ്യോ എനിക്ക് സമയമില്ലട്ടോ, വീട്ടിൽ ചെന്നിട്ടോ ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ. ആമേ സ്തോത്രം എന്ന് പറഞ്ഞ് പോകുന്നവനോട് പറയുകയാണ്, ആമേ ചർച്ചിൽ ഇന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ക്രമീകരിക്കണം കേട്ടോ, അതൊക്കെ ഞാൻ ചെയ്തേക്കാം പക്ഷേ. ആമേ സ്തോത്രം പ്രാർത്ഥിക്കോ? പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല. ആമേ സ്തോത്രം. എൻ്റെ ഏറ്റവും വലിയ കുഴപ്പം പക്ഷേ പ്രാർത്ഥിക്കാൻ എന്ത് ചെയ്യത്തില്ല, പറ്റത്തില്ല. പക്ഷേ ദാനിയേലിന്റെ ഏറ്റവും വലിയ കുഴപ്പം എന്താണെന്നറിയാമോ? ഇടവിടാതെ പ്രാർത്ഥിക്കും. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയ മക്കളെ, പൂച്ചയും ആമേശ്വത ആടുമൊന്നും അല്ല, സിംഹങ്ങൾ വന്നാൽ പോലും അതിന്റെ വായിൽ നിന്ന് വീണ്ടെടുക്കാൻ കഴിവുള്ള സ്വർഗത്തിലെ ദൈവം അവന് വേണ്ടി ഇറങ്ങി പ്രവർത്തിക്കുകയാണ്. അവൻ നിനക്ക് ബുദ്ധിക്ക് ചിന്തിച്ചാൽ എത്താത്ത വൻ പ്രവൃത്തികളെ ചെയ്തെടുക്കുന്ന ഒരു ദൈവം. ആമേൻ. നിന്റെ ജീവിതത്തിൽ ഇന്ന് പലരുടെയും ജീവിതത്തിൽ എടുത്തു നോക്കി കുറിച്ചു വെച്ച പരിശുദ്ധാത്മാവ് എന്റെ നാവിലൂടെ സംസാരിക്കുക. പ്രാർത്ഥന കുറഞ്ഞിരിക്കുന്നു, ബാക്കിയെല്ലാം ചെയ്യുന്നുണ്ട് നീ. ആമേ. എത്ര നേരം പ്രാർത്ഥിക്കുന്നുണ്ട്? വീട്ടിൽ വെറുതെ ഇരിക്കുകയാണ്, സമയം കളയും. ഒന്നില്ലെങ്കിൽ മൊബൈൽ എടുക്കും, അല്ലെങ്കിൽ TV വെക്കും, അല്ലെങ്കിൽ വീട്ടിൽ ആമേ പല കാര്യങ്ങളിലൊക്കെ അന്വേഷിച്ച് കിടക്കും. എവിടെയെങ്കിലും പോകാൻ പറ്റുമെങ്കിൽ പോകും. പല വീടുകളിൽ പോയിരുന്ന് സമയം കളയും. ആമേ. എന്ത് ചെയ്യത്തില്ല? പ്രാർത്ഥിക്കത്തില്ല. കാരണം പ്രാർത്ഥിച്ചാൽ പ്രവർത്തിക്കാൻ കഴിവുള്ള ഒരുത്തൻ അവൻ വെറുതെ ഇരിക്കത്തില്ലെന്ന് അവൻ ശത്രുവിന് അറിയാവുന്നത് കൊണ്ട് നിന്നെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കാതെ വേണം പൈശാചിക ശക്തി പലപ്പോഴും തടുക്കും. എന്നാൽ ഇന്ന് പകലില് അവൻ ദൈവത്തിന്റെ ആത്മാവ് ഓർപ്പിക്കുന്നു, ഇടവിടാതെ. ആമേൻ. ഇടവിടാതെ എന്ത് ചെയ്യണം? ഇടവിടാതെ പ്രാർത്ഥിക്കണം പ്രിയമക്കളെ, ഇടവിടാതെ പ്രാർത്ഥിക്കണം. ഒരു ഗ്യാപ്പ് കൊടുക്കരുത്. സ്തോത്രം. ഹല്ലേലൂയ. രേഖ തനിക്ക് വിരോധമായി എഴുതിയിരിക്കുന്നു എന്നറിഞ്ഞപ്പോൾ, ഹല്ലേലൂയ, ആമേൻ, ദാനിയേൽ എന്നും ചെയ്യുന്നത് പോലെ യെരൂശലേമിന് നേരെ കിളിവാതിൽ തുറന്നിട്ടു. ഇന്ന് എത്ര പേര് കിളിവാതിൽ തുറക്കും? ഹല്ലേലൂയ. നിനക്കായി സ്വർഗം കാത്തിരിക്കുക. തുറക്കുമ്പോൾ തന്നെ അവൻ നിന്റെ മുമ്പിൽ ഉണ്ടാകും. ഹല്ലേലൂയ. അവൻ തപ്പി നടക്കേണ്ടി വരത്തില്ല. അവൻ നിനക്ക് മുമ്പാകെ നിന്ന് അത്ഭുതം ചെയ്യുവാൻ തക്കവിധം ഇന്ന് രാത്രികാലം നിനക്ക് നിന്റെ കുടുംബത്തിനും വേണ്ടി ഇറങ്ങി വരുന്ന ദൈവം എന്ന പരിശുദ്ധാത്മാവ് ഇടപെടുകയാണ്. നിന്റെ അകൽച്ചയാണ് യേശു നിന്നിൽ നിന്ന് അകന്നു പോകാൻ കാരണം. നീ അടുത്തു ചെന്ന് അവനും അടുത്തു വരും. ആമേൻ.
അതിനും അങ്ങനെയല്ല പഠിപ്പിക്കുന്ന. അവൻ എന്നോട് പറ്റിയിരിക്കാൻ ഞാൻ അവനെ വിടിവിക്കാം, അവൻ എൻ്റെ നാമത്തെ അറിയുകയാൽ ഉയർത്തും. പ്രിയ മക്കളെ, ഉയർത്തും. ഹല്ലേലൂയ. അടുത്ത് ചെല്ലുന്നവന് വേണ്ടി അടുത്ത് വരുന്നൊരു ദൈവം. ഹല്ലേലൂയ. നീ അകന്ന് നിൽക്കുന്നത് കൊണ്ട് അവന് നിനക്ക് വേണ്ടി പ്രവർത്തിക്കാൻ പറ്റാത്തത് ഒരു മനുഷ്യന്റെ ജീവിതത്തെ നമുക്കൊന്ന് നോക്കാം. അവന്റെ പേര് ദാവീദ് എന്ന 55-ാം സങ്കീർത്തനത്തിന്റെ 16-17 വാക്യം. 55-ാം സങ്കീർത്തനത്തിന്റെ 16-17 വാക്യം വേഗത്തിൽ വായിച്ചു. ഞാനോ ദൈവത്തെ വിളിച്ചപേക്ഷിക്കും, യഹോവ എന്നെ രക്ഷിക്കും. ഞാൻ വൈകുന്നേരത്ത്. എങ്ങനെയാ ഇവൻ വിളിച്ചപേക്ഷിക്കുന്നത്? ഞാനോ ദൈവത്തെ വിളിച്ചപേക്ഷിക്കും, യഹോവ എന്നെ രക്ഷിക്കും. എങ്ങനെയാ? ഞാൻ വൈകുന്നേരത്തും കാലത്തും. ജോലി കഴിഞ്ഞ് വന്നു കഴിഞ്ഞ ഒരു കിടപ്പ അല്ലേ, ക്ഷീണിച്ചല്ലേ വരുന്നത്. കട്ടില് കണ്ട അവിടെ കയറി ഒരു കിടപ്പ. എഴുന്നേക്കുന്നത് എത്ര മണിക്കാ? കിടക്കുന്നവര് പറഞ്ഞു എഴുന്നേക്കുന്നത് എത്ര മണിക്കാ? രാത്രി 9 മണിക്കാണെങ്കിൽ തട്ടി വിളിക്കുമ്പോൾ എഴുന്നേക്കും. എന്തെങ്കിലും കഴിച്ചിട്ട് കിടക്ക. എഴുന്നേറ്റ് കൈ കഴുകി മുഖം കഴുകി കഴിച്ചിട്ട് പിന്നെ കിടക്കും. വൈകുന്നേരത്തെ ഉറക്കം നല്ലതല്ല. സ്കൂളിലൊക്കെ പഠിക്കുന്ന കോളേജിലൊക്കെ പഠിക്കുന്ന പിള്ളേര് കഴിഞ്ഞു വന്നിരുന്ന ഒരു കിടപ്പ വെറുതെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി കിടക്കുക. എഴുന്നേക്കുന്നത് എത്ര മണിക്കാന്നറിയോ? കൊച്ചല്ലേ, ക്ഷീണിച്ചു വന്നിരിക്കുക. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ മക്കളെ, ഞങ്ങളൊക്കെ പഠിക്കാൻ പോയിരുന്ന കാലം, ഇന്നത്തെ പിള്ളേര് സ്വർഗത്തിൽ ജീവിക്കുന്നവരാണെന്ന് തോന്നുന്നു. വീട്ടിൽ നിന്ന് പോകുമ്പോ തന്നെ അമ്മയുടെ കയ്യിൽ ഒരു മെനു എഴുതി കൊടുക്കും. വരുമ്പോ സ്തോത്രം KFC-യോ ചിക്കനോ പിസ്സയോ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചോ ഉണ്ടാക്കി വെച്ചേക്കണം. ഞങ്ങളുടെ കാര്യം എടുക്കാം. സ്തോത്രം രാവിലെ പോകുമ്പോ ഒരു മെനു ഇല്ല. വൈകിട്ട് വരുമ്പോ ചോദിക്കും വല്ലതും ഉണ്ടോ? കട്ടൻ ചായ ചോദിക്കുന്നു, ഇല്ല. സ്തോത്രം രാവിലെ പോകുമ്പോ മെനു ഇല്ല, വൈകിട്ട് വരുമ്പോ സ്തോത്രം ഒന്നുമില്ല. സ്തോത്രം പഠിക്കാനുള്ള സാഹചര്യങ്ങൾ അന്നില്ല പ്രിയ മക്കളെ. സ്തോത്രം അവനവന്റെ പ്രാപ്തി പോലെ പഠിച്ചോളണം. ഇന്ന് പരീക്ഷ വരുമ്പോ അമ്മമാരുടെയൊക്കെ അപ്പന്മാരുടെയൊക്കെ നെഞ്ചത്ത് സ്തോത്രം ഭാരം കയറുകയാ, ടെൻഷനാ. ഹല്ലേലൂയ. പിള്ളേരുടെ അന്തം എന്താകും? എന്റെ അപ്പനെ അമ്മനെ ഓർത്ത് ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാ. ഹല്ലേലൂയ. അന്നത്തെ കാലഘട്ടം, അന്നത്തെ സാഹചര്യത്തിൽ എല്ലാവരും അവരവരുടെ പ്രാപ്തി പോലെ പഠിച്ചു വളർന്നിരിക്കുന്ന ഒരു മിക്ക ആളുകളും. ഹല്ലേലൂയ. സ്തോത്രം. ഇന്നത്തെ തലമുറകൾ അന്നത്തെ തലമുറകളും തമ്മിൽ ഒരുപാട് അന്തരമുണ്ട്. ഇന്ന് എല്ലാം ഒന്നിന് കുറവില്ല. എന്തിനേറെ പറയുന്നു, സ്കൂളിൽ പോയിരിക്കുമ്പോ വിശപ്പില്ലല്ലോ. സ്കൂളിൽ പോയിരിക്കുമ്പോ വിശപ്പില്ലല്ലോ പ്രിയ മക്കളെ. വിശപ്പെന്ന് പറയുന്നത് എഴുതി കാണിച്ചു കഴിഞ്ഞാൽ മനസ്സിലാകത്തില്ല. സ്വതം വിശപ്പെന്ന് പറയുന്നത് പ്രസംഗിച്ചാലും മനസ്സിലാകത്തില്ല. വിശപ്പെന്ന് പറയുന്ന അനുഭവിച്ചെന്നാൽ അറിയാൻ പറ്റത്തുള്ളൂ. സ്വതം അന്നത്തെ തലമുറകൾ പലരും വിശപ്പ് സഹിച്ച വളർന്നിരിക്കുന്നത്. അന്നത്തെ സാഹചര്യത്തിൽ സ്വതം ദീർഘ ദിവസങ്ങൾ അധ്വാനമാ. ഇന്ന് നമ്മൾ സുഖജീവിതമാ പ്രിയ മക്കളെ. നമ്മുടെ തലമുറകളൊന്നും അറിയിക്കുന്നില്ല. കൂടെ പഠിക്കുന്ന കുട്ടികൾക്കൊപ്പം പഠിക്കാൻ തക്ക വിധത്തിൽ നമ്മൾ അരികെ പിടിച്ച് അവർ നടത്തും. അവർക്ക് ആവശ്യമുള്ളതെല്ലാം കൊടുക്കും. പണ്ടത്തെ കാലഘട്ടത്തിൽ എങ്ങനെയാണ് സ്കൂളിൽ പോകുന്നതെന്ന് അറിയത്തില്ല. ഇവിടെ സാന്റക്രൂസ് സ്കൂളിൽ പഠിച്ച ഞാൻ കഴിഞ്ഞ ദിവസങ്ങൾ പറഞ്ഞു, യൂണിഫോം ഒന്നുമില്ല. ട്രൗസർ ഉടുത്ത് വരുന്നവരുണ്ട്, ലുങ്കി ഉടുത്ത് വരുന്നവരുണ്ട്. സ്തോത്രം. ചിലർക്കൊക്കെ നല്ല കപ്പട മീശയൊക്കെ ഉണ്ട്. സ്തോത്രം. ഞാൻ 5ാം ക്ലാസ്സിൽ ചെല്ലുമ്പോൾ 10ാം ക്ലാസ്സിൽ ചെല്ലുന്ന ആളുകളെ കണ്ടപ്പോൾ ഞെട്ടിപ്പോയി. ഇന്ന് സ്കൂളിൽ ഒരു യൂത്ത് ഫെസ്റ്റിവലോ ഒരു ആനിവേഴ്സറി ഉണ്ടെങ്കിൽ പുറത്തുനിന്ന് ആളുകളെ വിളിച്ചിട്ടാണ് സ്റ്റേജ് ഉണ്ടാക്കുന്നതും. അന്ന് അടക്കാമരവും തെങ്ങും ഒക്കെ ചുമക്കാൻ പറ്റുന്ന പിള്ളേരായിരുന്നു. സ്തോത്രം. അന്ന് ഒരാളെ കൊണ്ട് സ്റ്റേജൊന്നും ഇടിപ്പിക്കത്തില്ല, ഇവന്മാരെ ഇടുന്നത്. സ്തോത്രം. തോറ്റു പഠിച്ചവരാ. പ്രീസലോ. പലരൊക്കെ തോറ്റു പോകാൻ തോപ്പിച്ചതിന്റെ കാരണം എന്താണെന്നറിയാമോ? ഉച്ചക്ക് വീട്ടിൽ ആഹാരമില്ല പ്രിയ മക്കളെ. സ്തോത്രം. ഒരു വർഷം കൂടി സ്കൂളിൽ ഇരുന്ന് കഴിഞ്ഞാൽ കൊച്ചൊരുമാതിരി വലുതാകും. സ്തോത്രം. കുഴപ്പമില്ലെന്ന്. അവന്റെ ഒരു വയസ്സ് കൂടുന്നതല്ല മാതാപിതാക്കൾക്ക് പ്രശ്നം. ഒരു നേരത്തെ ആഹാരമെങ്കിലും എന്റെ കുഞ്ഞിന് ലഭിക്കുമെങ്കിൽ അത് കഴിച്ചു വളരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ക്ലാസ് അവര് നോക്കിയിട്ടില്ല. ഒരു ക്ലാസ് കൂടി പോയിക്കോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വിശപ്പിക്കാതെ വളർത്തി. അങ്ങനെയാ പല സ്തോത്രം പിള്ളേരും 10ാം ക്ലാസ്സിൽ എത്തിയപ്പോ സ്തോത്രം ഒത്തിരി പ്രായങ്ങളുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരാളെ കുറിച്ച് പറഞ്ഞു. സ്തോത്രം. അദ്ദേഹം പറയുന്നത് ആൽബി എനിക്കറിയാം, എന്റെ മൂത്ത ചേട്ടൻ ആന്റണി എന്ന്. ആൽബി എനിക്കറിയാം, ഞാൻ അവന്റെ കൂടെ പഠിച്ചതാ. സ്തോത്രം. ആണോ? അപ്പൊ പറഞ്ഞു സാംസനെ എനിക്കറിയാം, ഞാനും അവന്റെ കൂടെ പഠിച്ചതാന്ന്. സ്തോത്രം. നിർത്തിയില്ല. ജോയി എനിക്കറിയാം, ജോയിയുടെ കൂടെ ഞാൻ പഠിച്ചിട്ടുണ്ട്. ഫ്രീസലോ. ഇത് 3 പേരെ എൻ്റെ ചേട്ടന്മാരാ.
ആമേൻ സ്തോത്രം. ഇവരുടെ 3 പേരുടെ കൂടെ ഇയാൾ എന്ത് ചെയ്തിട്ടുണ്ട്? പഠിച്ചിട്ടുണ്ട്. ആമേൻ. അതിന്റെ അർത്ഥം ഇവര് 3 വയസ്സിന് ആമേൻ സ്തോത്രം മൂപ്പളപ്പുള്ള ആളുകളാ. ആമേൻ സ്തോത്രം 3 വയസ്സിന്. അപ്പൊ 3 വർഷം കഴിഞ്ഞ് വന്നപ്പോൾ ഇദ്ദേഹം ഒരു വർഷത്തിന്റെ ആമേൻ സ്തോത്രം 3 വർഷം എത്തിയാണ് ഒരു ക്ലാസ്സിലേക്ക് എത്തുന്നത്. ആമേൻ സ്തോത്രം. ഇദ്ദേഹം ഏകദേശം 5ാം ക്ലാസ് 6ാം ക്ലാസ് എത്തിയപ്പോൾ 3 ആമേൻ പേരുടെ പഠിത്തം കഴിഞ്ഞ് അപ്പുറത്ത് പോയി. ആമേൻ സ്തോത്രം. കാരണം വീട്ടിൽ ദാരിദ്ര്യമാണ്. എന്റെയൊക്കെ കാലഘട്ടത്തിലാണ് കഞ്ഞിയും പയറൊക്കെ സ്കൂളിൽ കൊടുത്തു തുടങ്ങിയത്. അതിന് മുമ്പ് ഉപ്പുമാവായിരുന്നു ഉച്ചക്ക്. ആമേൻ സ്തോത്രം. ഇത് കഴിക്കാൻ വേണ്ടി മാത്രം. പഠിത്തത്തിലൊന്നും വലിയ കാര്യമില്ല, വിശപ്പായിരുന്നു. എന്നാൽ ഇന്ന് അങ്ങനെയാണോ? ഇന്ന് അങ്ങനെയാണോ? വിശന്നിരുന്ന് പഠിക്കുന്ന ഏതെങ്കിലും കുഞ്ഞുങ്ങളുണ്ടോ? ആമേൻ, ഇല്ലെന്നേ. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. ഞാൻ ആ വിഷയത്തിലേക്ക് പോകുന്നില്ല. ഞാൻ എപ്പോഴും ഇതിലേക്ക് കയറി വന്നത് ഞങ്ങൾ അനുഭവിച്ച ചില കാര്യങ്ങളിലേക്ക് ഇങ്ങനെ പോകാനിടയായിത്തീരും. ആമേൻ സ്തോത്രം. ഞാൻ വിടുകയാണ്. ആമേൻ. ഇവിടെ കാണാൻ സാധിക്കും, വൈകുന്നേരത്ത് കാലത്തും ഉച്ചക്കും എന്റെ സങ്കടം ബോധിപ്പിച്ചെന്ത് ചെയ്യും? കരയും. ആമേ പ്രശ്നങ്ങളാ, സ്വസ്ഥതയില്ല, സമാധാനമില്ല. ആമേ സ്വന്തം രാജ്യത്ത് നിൽക്കാൻ പറ്റുന്നില്ല. ആമേ കഴിയുന്നത് ആമേ മരുഭൂമിയിലും ഗുഹയിലും ആമേ പാറകളുടെ പോതകളിലും ആമേ കാട്ടിലും ഗഹ്വരങ്ങളിലുമാ. ആ സമയത്ത് പ്രാർത്ഥിക്കാതിരിക്കാൻ പറ്റത്തില്ല. ആമേ പ്രതിസന്ധികൾ കയറി വരുമ്പോൾ എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ മക്കളെ, മാറിക്കിടന്ന് ഉറങ്ങുകയല്ല ചെയ്യേണ്ടത്. ഉണർന്നിരുന്ന സർവശക്തനായ ദൈവത്തിന് മുമ്പാകെ പ്രാർത്ഥിക്കാൻ, മുഴങ്കാൽ മടക്കുവാൻ ഇന്ന് പകലിൽ എത്ര പേരൊരുക്കപ്പെടും. നിനക്കും നിന്റെ തലമുറകൾക്കും വേണ്ടി, നിനക്കും നിന്റെ കുടുംബത്തിനും വേണ്ടി നാളെയല്ല ഇന്ന് പകലിൽ പരിശുദ്ധ ദൈവം അത്ഭുതം ചെയ്യും. വിശ്വസിക്കാമോ? പ്രാർത്ഥിച്ചാൽ കേൾക്കാത്ത ഒത്തിരി ദൈവങ്ങളുണ്ട്. പക്ഷേ ഈ യേശു പ്രാർത്ഥിച്ച കേൾക്കുന്നവനാ. ഇവനെന്തുണ്ട്? എന്തുണ്ട്? ചെവിയുണ്ട്. ഇന്ന് പല രൂപങ്ങൾക്കും ചെവികളൊക്കെ ഒട്ടിച്ചു വെച്ചിട്ടുണ്ട്. അവൻ കണ്ണൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അവൻ കാലൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പക്ഷെ നടക്കത്തില്ല. ഇവൻ നടക്കുന്നവനാണ്, ഇവൻ പ്രവർത്തിക്കുന്നവനാണ്, ഇവൻ കാണാൻ കണ്ണുള്ളവനാണ്, അവൻ കേൾക്കാൻ കാതുള്ളവനാണ്. അത്ഭുതങ്ങളെ പ്രവർത്തിക്കാൻ കഴിവുള്ള സ്വർഗത്തിലെ ദൈവം നമ്മുടെ അന്തരംഗത്തിലെ ചിന്തകൾ വരെ വിവേചിച്ചുകൊണ്ട് നിനക്കും നിന്റെ കുടുംബത്തിനും വേണ്ടി. ആമേൻ. നമ്മള് രണ്ടാമത് ഒന്ന് സ്തുതിച്ച് പാടിയ പാട്ടില്ല, അന്തരംഗങ്ങളെ അറിയുന്ന ദൈവമാ, നമ്മളെ ശോധന ചെയ്യുന്ന ദൈവമാ. ആമേ സ്തോത്രം. ആ കർത്താവിന് അസാധ്യമായിട്ട് വല്ലതുണ്ടോ? പ്രാർത്ഥന വർദ്ധിക്കണം. ആമേ ചിലരെ കുറിച്ച് ദൈവത്തിന്റെ ആത്മാവിന് പറയാൻ ഒരു കുറവുണ്ട്. എന്തില്ല? ആമേ സ്വത ഗിദയോൻ പരാക്രമശാലിയാ. അവൻ മുന്തിരി ചക്കിനരികെ വെച്ച ഇവനോട് പറയുന്ന, അല്ലയോ പരാക്രമശാലിയായ ഗിദയോനെ, യഹോവ. അവൻ പറയുന്നത്, യഹോവ നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ. മൗനമായിട്ട് പലരൊക്കെ ചിന്തിച്ചിട്ടുണ്ട്, കർത്താവ് നിന്നെ ആരാധിച്ചിട്ട് എന്റെ സ്ഥിതിക്ക് ഇതാണല്ലോ. ഒരുമിച്ച് സ്നാനപ്പെട്ട പലരും ഇന്ന് ഇറ്റലിയിലും അമേരിക്കയിലൊക്കെ ആണല്ലോ. അമേശ്വത എന്റെ സ്ഥിതിക്ക് എന്താ ഒരു ഭേദം വരാത്തത്? ഭാരപ്പെടേണ്ട. ഇരിക്കാമോ നിനക്ക്? അമേശ്വതം ദാവീദ് ഇരുന്നത് പോലെ, ദാനിയേൽ ഇരുന്നത് പോലെ ഇടവിടാതെ ഒന്ന് സേവിപ്പാൻ നിനക്കൊന്ന് ഇറങ്ങിച്ചൊല്ലാമോ? പരിശുദ്ധ ദൈവം നിന്റെ നിലവാരങ്ങൾക്ക് മാറ്റം വരുത്തും, നിന്റെ സ്ഥിതിഗതികൾക്ക് മാറ്റം വരുത്തും. നിന്റെ കണ്ണ് നനയാൻ ദൈവം അനുവദിക്കത്തില്ല, നിന്റെ ഹൃദയം വേദനിക്കാൻ ദൈവം അനുവദിക്കത്തില്ല. അവന് നിന്നെക്കുറിച്ച് സമഗ്രമായ ഒരു പദ്ധതി ഉണ്ടെന്ന് പരിശുദ്ധാത്മാവ് ഇടപെടുകയാണ്. അതിലേക്ക് ആമേശ്വതെന്ന പകലിൽ എന്റെ മകനുമെന്ന് നടന്നെടുക്കട്ടെ. നിന്നെക്കുറിച്ച് സമഗ്രമായൊരു പദ്ധതി ദൈവത്തിനുണ്ട്. നിന്റെ കൂട്ടത്തിലും ചാർച്ചക്കാരിലും ബന്ധുമിത്രാദികളിലും ഭവനത്തിന്റെ അകത്തളത്തിലും ഉള്ളതിൽ വെച്ചൊരു വ്യത്യസ്തനായിട്ട് പരിശുദ്ധ ദൈവം നിന്നെ കാണുകയാണ്. എന്നാൽ നീ ഒരുപാട് പ്രതിസന്ധികൾ ഹൃദയം കൊണ്ട് അനുഭവിക്കുന്നുണ്ട്. വിചാരങ്ങളെ എല്ലാം വിട്ടുകളഞ്ഞേക്കണം. സകല ചിന്തകളും നിന്റെ ബുദ്ധിയെ കവിയുന്ന ഒത്തിരി ചിന്തകളുണ്ട്. പലതിലേക്കും കോൺസെൻട്രേഷൻ ചെയ്യാൻ പറ്റാത്ത ലെവലിൽ ചിന്തിപ്പിക്കുന്ന ചില വ്യാപാരങ്ങൾ പരിശുദ്ധ ദൈവം ഇന്ന് അതിനെ മുറിച്ചു മാറ്റാൻ പോകുകയാ. എന്റെ മകനെ കൊണ്ട് ദൈവത്തിന് വലിയ പദ്ധതികളുണ്ട്. ദൈവം ആഗ്രഹിക്കുന്ന നിലവാരത്തിലേക്ക് കരം പിടിച്ച് നടത്തുവാൻ ഇന്ന് പകല് ദൈവം ആഗ്രഹിക്കുകയാണ്. അവന്റെ സന്നിധിയിൽ ഒന്നുകൂടി അടുത്തിരുന്ന് പ്രാർത്ഥനയിൽ ഉറ്റിരിക്കുമെങ്കിൽ നിലവാരങ്ങൾക്ക് മാറ്റം വരുത്തുവാൻ കഴിവുള്ളൊരു ദൈവം സ്വർഗത്തിലെ ദൈവം പ്രവർത്തിക്കും. പ്രാർത്ഥനാ ജീവിതത്തെ ഒന്ന് ബലപ്പെടുത്തിക്കോ, പ്രാർത്ഥനാ ജീവിതത്തെ ഒന്ന് വർദ്ധിപ്പിച്ചോ. സ്തോത്രം. ഹല്ലേലൂയ. കാണാത്ത അർഹിക്കുന്ന ഒരു വഴി പരിശുദ്ധ ദൈവം പിന്നെയും തുറക്കാൻ പോകുകയാ. ഒരു ഉയർച്ച മുമ്പിൽ വരുന്നുണ്ട് കേട്ടോ. അർഹതയുള്ളതാണ്. അർഹതയുള്ള ഒരു ഉയർച്ചകളിലേക്ക് സ്റ്റെപ്പ് വെച്ച് കയറുവാൻ പരിശുദ്ധ ദൈവം ഇടയാക്കും. വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണും.
അപ്പൊ ഇവൻ അധ്വാനിയാം. ആമേൻ സ്തോത്രം. രാവും പകലും ഒക്കെ അധ്വാനിക്കും. പക്ഷെ എന്ത് ചെയ്യത്തില്ല? നമ്മളിലും പലരും അങ്ങനെയാ. എന്ത് ചെയ്യത്തില്ല? പ്രാർത്ഥിക്കും. എത്ര മിനിറ്റ്? മിനിറ്റൊന്നും ചോദിക്കല്ലേ പാസ്റ്റേ. ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ മിനിറ്റ് നോക്കിയൊന്നും പ്രാർത്ഥിക്കാറില്ല പാസ്റ്റേ. രാത്രി കട്ടിലേ കയറി ഒരു പ്രാർത്ഥനയാണ്. അതെത്ര മിനിറ്റ് പോകും, മണിക്കൂർ പോകുമെന്ന് എനിക്കറിയത്തില്ല. ആമേൻ സ്തോത്രം. കാരണം മിനിറ്റ് വരെ എത്തത്തില്ല. കർത്താവേ, സൂക്ഷിച്ചതിന് കരുതിയതിനുമായി നന്ദി. നടത്തിയ ദൈവത്തിന് സ്തോത്രം. പുതപ്പും പുതച്ച് ഒറ്റ കിടപ്പ. അതുകൊണ്ട് മിനിറ്റും മണിക്കൂറൊന്നും എനിക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല പാസ്റ്റേ. ആമേ, പിന്നെ ഒരു കിടപ്പ. വെളുപ്പിന് എഴുന്നേക്കാൻ വേണ്ടി അലാറം എന്ത് ചെയ്യുന്നത്? മൊബൈലിൽ സെറ്റ് ചെയ്ത് കിടക്കുക. അലാറം അടിച്ച് ബാറ്റിടാം. ആമേ സ്തോത്രം. ഇടപാട് തീരും. എഴുന്നേക്കോ? അല്ലെങ്കിൽ നോക്കിയിട്ട് ഓഫ് ചെയ്തിട്ട് അവിടെ കിടന്നുറങ്ങും. പ്രശ്നം മീതക്ക് മീതെ കവിയുകയാണ്. പ്രതിസന്ധികൾ മീതക്ക് മീതെ കവിഞ്ഞു വരികയാണ്. എടാ, രേഖ നിനക്ക് വിരോധമായി എഴുതിയിരിക്കുന്നു എന്നറിയുമ്പോൾ എന്നും ചെയ്യുന്നത് പോലെ മുഴങ്കാൽ മുടക്കാൻ ഇന്ന് പകലിൽ എത്ര പേര് ഒരുക്കപ്പെടും? ഞാൻ അധിക സമയം എടുക്കത്തില്ല, എൻ്റെ സമയം തീരുന്നു. കർത്താവിന് മേശയുണ്ടല്ലോ. ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. ഇന്ന് ആമേൻ സ്തോത്രം പകലിൽ ദൈവത്തിൻ്റെ ആത്മാവ് ചിലതിനോട് ഇടപെടുകയാ. നിന്റെ വിഷയം മാറാൻ പോകുകയാ. നിന്റെ കാര്യം സാധിക്കാൻ പോകുകയാ. ആമേ, രേഖ ഇന്ന് നിനക്ക് വിരോധമായി എഴുതി വെച്ചിരിക്കുക. സ്വർഗം മായ്ക്കാൻ പോകുകയാ. പരിശുദ്ധ ദൈവം മായ്ക്കാൻ പോകുകയാ. എത്ര വലിയ പ്രതിസന്ധികളാണെങ്കിലും, എത്ര വലിയ പ്രതികൂലങ്ങളാണെങ്കിലും അതിനെ മായ്ച്ച് നിന്റെ ജീവിതത്തെ ജയോത്സവമായി നടത്താൻ കഴിവുള്ള ഒരു ദൈവം പഴയ നിയമത്തിലായിക്കൊള്ളട്ടെ, പുതിയ നിയമത്തിലായിക്കൊള്ളട്ടെ, പ്രാർത്ഥനയ്ക്ക് വലിയ പ്രാധാന്യം കർത്താവ് തരുന്നു. ഇല്ലേ? ആമേൻ സ്തോത്രം. ലൂക്കോസ് സുവിശേഷം 18-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിൽ പറയുന്നു. ഒന്ന് കാണാതെ പറയാമോ? മടുത്തുപോകാതെ എപ്പോഴും പ്രാർത്ഥിക്കണം. മടുത്തുപോകാതെ പ്രാർത്ഥിക്കണം. യേശു പ്രാർത്ഥിച്ചിരുന്നോ? ആമേൻ. ലൂക്കോസ് സുവിശേഷം 6-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. ലൂക്കോസ് സുവിശേഷം 6-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യം. അക്കാലത്ത് അവൻ പ്രാർത്ഥിക്കേണ്ടതിന് ഒരു മലയിൽ ചെന്ന ദൈവത്തോടുള്ള പ്രാർത്ഥനയെ യേശു പ്രാർത്ഥിക്കണമോ? യേശു ആരാ? കൊലോസ്യ ലേഖനം അവൻ നന്നായിട്ട് 1-ാം അധ്യായത്തിൽ അവനെ കുറിച്ച് പറയുന്നുണ്ട്. അവൻ അദൃശ്യ ദൈവത്തിന്റെ പ്രതിമയാ. ആമേ, സകലതും വാഴ്ചകളും അധികാരങ്ങളും എല്ലാം അവന്റെ കാൽ കീഴില. ആമേ, അവനായിട്ട് അവൻ മുഖാന്തരവും സകലതും. പക്ഷെ ഇത് നമുക്കൊരു മാതൃകയാ. യേശു വെച്ച് തന്നത് നമുക്കൊരു മാതൃകയാ. ആ കാലത്ത് അവൻ പ്രാർത്ഥിക്കേണ്ടതിന് ഒരു മലയിൽ ചെന്ന് ദൈവത്തോടുള്ള പ്രാർത്ഥനയിൽ രാത്രി കഴിച്ചു. ഒരു ദിവസം മാത്രമായിരിക്കും യേശുവിനെ പ്രാർത്ഥിച്ചിരിക്കുന്നത്? ഒരു രാത്രി മുഴുവൻ പ്രാർത്ഥന. മുഴുരാത്രി പ്രാർത്ഥനയൊക്കെ എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ടോ? 12 പേരെ അന്ന് തിരഞ്ഞെടുത്തു. പല ദൈവദാസന്മാർ പ്രസംഗിക്കുമ്പോൾ പറയും, ഒരു അപ്പോസ്തലന് വേണ്ടി 1 മണിക്കൂറെങ്കിലും യേശു പ്രാർത്ഥിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. ആമേ, 12 മണിക്കൂർ, ഒരു രാത്രി മുഴുവൻ യേശു എന്ത് ചെയ്തു? പ്രാർത്ഥിച്ചു. 12 മണിക്കൂറും അവൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാനിടയായി തീർന്നു. ആമേ സ്തോത്രം. ആമേൻ. ആ രാത്രിയിലെ പ്രാർത്ഥന കഴിഞ്ഞപ്പോഴാ പുതിയ ചില തെരഞ്ഞെടുപ്പുകൾ അവന്റെ ജീവിതത്തിൽ ആമേ സ്തോത്രം ചെയ്തെടുക്കുന്നത്. പുതിയ ചില തെരഞ്ഞെടുപ്പുകൾ. അടുത്ത വാക്യം വായിച്ചേ. നേരം വെളുത്തപ്പോൾ അവൻ ശിഷ്യന്മാരെ അടുക്കി വിളിച്ചു, അവരിൽ 12 പേരെ തെരഞ്ഞെടുത്തു. ഒരു തെരഞ്ഞെടുപ്പ്. ആമേ സ്തോത്രം. എന്തു ചെയ്യണം എന്ന് പലരും വിളിച്ചിട്ട്, പാസ്റ്റേ അടുത്ത ദിവസം ഞാൻ എന്ത് ചെയ്യണം, അല്ലെങ്കിൽ അടുത്ത സ്റ്റെപ്പിലേക്ക് എന്ത് ചെയ്യും? നീ ദൈവസ്ഥലിൽ ഇരിക്ക. പരിശുദ്ധാത്മാവ് സംസാരിക്കും. നമ്മൾ സേവിക്കുന്ന ദൈവം കല്ലും മണ്ണും മരമാണോ? ദൈവം ജീവനുള്ളവനല്ലേ? ശബ്ദം കേട്ടിട്ടുണ്ടായിരുന്നെങ്കിലും കേട്ടിട്ടില്ലെങ്കിൽ ഇന്ന് ഇരിക്ക. അവൻ നിങ്ങളോട് സംസാരിക്കാൻ, പ്രിയ മക്കളെ. അവൻ ജീവിക്കുന്ന ദൈവമാണ്. അവന് പ്രവർത്തിക്കാൻ കഴിയും. നിന്റെ കാതുകളിൽ അവന്റെ ശബ്ദം ദൈവം കേൾപ്പിക്കും. ഹല്ലേലൂയ. നീ നടക്കേണ്ടുന്ന വഴി അവൻ നിനക്ക് പറഞ്ഞു തരും. ഒരിക്കലൊരു കൊച്ച് ആമേ സ്തോത്രം ആലയത്തിൽ കിടന്ന് ഉറങ്ങുകയാ. അവന്റെ പേര് ശമൂവേല്. ആമേ, 1 ശമൂവേൽ പ്രവചനത്തിൽ 3-ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു. ഇവനെ സ്വർഗത്തിലെ ദൈവം വന്ന് വിളിക്കുകയാ. ശമൂവേലേ,
ശമൂവേൽ. ഇവന് എക്സ്പീരിയൻസ് ഇല്ല, ഈ കൊച്ചിനെ അറിയത്തില്ല ആരാ വിളിക്കുന്നതെന്ന്. ആമേ ശബ്ദം കേട്ടിട്ട് ഏലിയുടെ ശബ്ദം പോലെ തോന്നുകയാണ്. ആ ആലയത്തിലെ പുരോഹിതനാണ് ഏലി. ആമേ അദ്ദേഹത്തിന്റെ ശബ്ദം പോലെ തോന്നുകയാ. ഒരു വട്ടം വിളിച്ചു, ആമേ മനസ്സിലായില്ല. രണ്ടാമത് വിളിച്ചു. ഇവൻ പോയിട്ട് ഏലിയോട് ചോദിച്ചു, എന്നെ വിളിച്ചോ? ഏലി പറഞ്ഞു, ഞാൻ വിളിച്ചില്ല. പിന്നെയും ചെന്ന് ചോദിച്ചു, ഞാൻ വിളിച്ചില്ല. ഏലിക്ക് മനസ്സിലായി, വിളിച്ചത് വേറെ ആരുമല്ല, വിളിച്ചത് ദൈവമാണ്. ഏലിക്ക് എങ്ങനെ മനസ്സിലായി? ഏലിയും ഇതുപോലെ ദൈവശബ്ദം കേട്ടൊരു മനുഷ്യനാ. എടാ, കേട്ടവനെ ഇത് പറഞ്ഞു കൊടുക്കാൻ പറ്റത്തുള്ളൂ, കേൾക്കാത്തവന് പറഞ്ഞു കൊടുക്കാൻ പറ്റത്തില്ല. ആമേൻ, സ്തോത്രം. ആത്മീകത്തിൽ തികവേറിയ മാതാപിതാക്കൾക്കായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. അവർ പറഞ്ഞു കൊടുക്കും മക്കളോട്, മക്കളെ ആമേൻ ദൈവത്തിന്റെ സന്നിധിയിൽ ഇരുന്നു. അപ്പൻ സംസാരിക്കും, അപ്പൻ ഇടപെടും. ഞങ്ങളുടെ ജീവിതത്തിൽ മുൻകാലങ്ങളിൽ പരിശുദ്ധ ദൈവം ഞങ്ങൾ മുഴങ്കാലം മുടക്കി പ്രാർത്ഥിച്ച സമയങ്ങളിലെല്ലാം ദൈവശബ്ദം ഞങ്ങൾ കേൾപ്പിച്ചിട്ടുണ്ട്. ആ ദൈവം നിങ്ങളോടും ഇടപെടും. പുതിയ നിയമത്തിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു വാക്കാണ്, നിന്റെ ആമെ വല്യമ്മ ആമെ ലോവീസിലും ആമെ നിന്റെ അമ്മ യൂനിക്കയിലും ഉണ്ടായ വിശ്വാസം ആമെ തിമോത്തിയോസേ നിന്നിലും ഉണ്ടെന്ന് ഞാൻ അറിയുകയാ. 3 തലമുറകളോളമായിട്ട് നിലനിർത്തി പോകുന്ന ആത്മീക വിശ്വാസം. ഹല്ലേലൂയ. പലതിലേക്ക് കൈമാറ്റം ചെയ്യുവാൻ പരിശുദ്ധ ദൈവം ആഗ്രഹിക്കുകയാണ്. നിന്റെ അകത്തളത്തിൽ പകർത്തു തന്നിരിക്കുന്ന ആമേശ്വത ആഴത്തിലുള്ള വിശ്വാസം ചിലതിലേക്ക് പകർത്തു കൊടുക്കുവാൻ ഇന്ന് ആമേശ്വത പകലിൽ സ്വർഗത്തിലെ ദൈവം ആഗ്രഹിക്കുകയാണ്. ആമേശ്വതം അകന്നു പോകരുത്, അടുത്തു നിൽക്കണം. അവനുമായിട്ടുള്ള ബന്ധത്തിൽ ആമേശ്വതം അടുത്തു നിൽക്കണം. റഗമന അസ്തൽക്കടകരകക്ഷതാരകസി ആമേശ്വതം എന്ന ദാസിയെ അകത്തളത്തിൽ പരിശുദ്ധ ദൈവം പകർത്തു തന്നിരിക്കുന്ന ആഴമേ വിശ്വാസവും ദൈവവചനത്തിന്റെ ആധികാരികതയും അനാവധി വ്യക്തിത്വങ്ങളിലേക്ക് കൈമാറ്റം ചെയ്ത് ചിലതിനെ ഉറപ്പിച്ച് നടത്തുവാൻ തക്കവിധം പരിശുദ്ധ ദൈവം കാണുകയാണ്. നീ അകന്നു പോകരുത്. പ്രതിസന്ധികൾ പലതും തിരമാലകൾ പോലെ പൊങ്ങി വന്ന് നിൽക്കാം. ആരുടെയും മുഖം നീ നോക്കണ്ട, ആരുടെയും വാക്കുകൾ നീ കേൾക്കണ്ട. അപ്പൻ പറയുന്നതനുസരിച്ച് ഈ ദിവസങ്ങൾ സ്റ്റെപ്പ് വെക്കുന്നു എങ്കിൽ സ്വർഗത്തിലെ ദൈവത്തിന്റെ അത്ഭുതമേറിയ കരം ജീവിതത്തിൽ അത്ഭുതം ചെയ്യുമെന്ന് പരിശുദ്ധാത്മാവ് ഇടപെടുകയാണ്. വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണും. ആമേൻ, സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ, സ്തോത്രം. ചിലതൊക്കെ ആമേൻ സ്തോത്രം കാതുകളിൽ വന്ന് പലതും പറയും. ചിലരുടെ പ്രവർത്തികളൊക്കെ ചൂണ്ടിക്കാണിച്ചു തരും. എന്റെ ദാസി അതിലേക്കൊന്നും ശ്രദ്ധിക്കരുത്. എന്റെ ദാസനെ പോലെ കുരുടനാര്, എന്റെ ദാസനെ പോലെ ചെകിടനാര് എന്ന് യെശയ്യാവ് പറയുന്നത് പോലെ ചിലത് കണ്ടിട്ട് കാണാത്തവരെ പോലെയും ചിലത് കേട്ടിട്ട് കേൾക്കാത്തവരെ പോലെയും ഈ ദിവസങ്ങൾ കടന്നുപോയാൽ സ്വർഗത്തിലെ ദൈവത്തിന്റെ അത്ഭുതം അടുത്ത ദിവസങ്ങൾ ജീവിതത്തിൽ വെളിപ്പെടുമെന്ന് പരിശുദ്ധാത്മാവ് ഇടപെടുകയാണ്. എനിക്ക് നിന്നെ മാനിപ്പാനുണ്ട്. എല്ലാ തലങ്ങളിലും തന്നെ ദൈവം പ്രവർത്തിക്കാൻ ശക്തനാണ്. ഹല്ലേലൂയ. അപ്പോൾ യേശു ഒരു രാത്രി മുഴുവൻ എന്ത് ചെയ്തു? പ്രാർത്ഥിച്ചു. 12 എണ്ണത്തിന് എന്ത് ചെയ്തു? തിരഞ്ഞെടുത്തു. ഒരു തിരഞ്ഞെടുപ്പിന് വേണ്ടി എത്ര പേര് ദൈവസ്ഥലിൽ പ്രാർത്ഥിക്കുന്നുണ്ട്? ഞാൻ എന്ത് തിരഞ്ഞെടുക്കണം കർത്താവേ? ചോദിക്കുന്നത് ആരോടാ? ദൈവത്തോട് ചോദിക്കുക. ദൈവം സംസാരിക്കോ എന്നൊക്കെ പറയുന്നത് അല്ലേ? എന്നൊക്കെയാണ് പറയുന്നത്. ഞങ്ങളുടെ പാസ്റ്റർ ഇവിടെ നിന്ന് പലപ്പോഴും എന്ത് ചെയ്യാറുണ്ട്? പ്രസംഗിക്കാറുണ്ട്. പക്ഷെ ഇന്ന് വരെ ഞാൻ എന്ത് ചെയ്തിട്ടില്ല. കേൾക്കണ്ടേ? ഒരു വാഞ്ച വേണ്ടേ? എടാ സംസാരിക്കും എന്ന് പറഞ്ഞ് ഞാൻ ഇന്ന് വരെ എന്ത് ചെയ്തിട്ടില്ല, കേട്ടിട്ടില്ല. സ്തോത്രം. ഒരു കെ ബാബു എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, അദ്ദേഹത്തിന്റെ സാക്ഷി ഞാൻ പലപ്പോഴും പറഞ്ഞു. SNDPയുടെ പ്രവർത്തന ശാഖയിൽ ഏറ്റവും മുതിർന്ന സ്തോത്രം ഒരു വ്യക്തിത്വമായിരുന്നു. അപ്പോൾ തന്നെ താനൊരു വക്കീലായിരുന്നു. അപ്പോൾ തന്നെ വൈക്കത്ത് സ്തോത്രം വലിയൊരു ഹോട്ടൽ നടത്തുന്ന ഹോട്ടലിന്റെ ഉടമസ്ഥനായിരുന്നു കെ ബാബു. ഇദ്ദേഹത്തിന്റെ ജീവിതത്തിൽ സംഭവിച്ച ഒരു വലിയ സംഭവം എന്ന് പറയുന്നത്, തന്റെ വീട്ടിലൊരു മരണം നടക്കുകയാണ്. തന്റെ അമ്മായി പെട്ടെന്ന് മരിച്ചുപോയി. അപ്പോൾ അവർ ഹിന്ദുക്കളായതുകൊണ്ട്, ഹൈന്ദവരായതുകൊണ്ട് ആരോ പറഞ്ഞു, അമ്മായി മരിച്ച നാള് ശരിയല്ല, അടുത്ത സമയത്ത് പിന്നെയും മരണം നടക്കാൻ ചാൻസ് ഉണ്ട്. സ്വതം അങ്ങനെ മരണം നടക്കാതിരിക്കാൻ വീട്ടിൽ യാഗപീഠം പണിതു. സ്തോത്രം. അവർ ചില 40 ദിവസത്തോളം പൂജകളും പൂജാദ്രവ്യങ്ങളും എല്ലാം കൊണ്ടുവന്നു. പൂജാരിമാരെയും പലരെയും നിർത്തി വീട്ടിൽ 40 ദിവസം ഉത്സവം പോലെ യാഗം നടത്തി. എന്നിട്ട് പറഞ്ഞു, നിങ്ങളുടെ കുടുംബത്തിന് അകത്തളത്തിൽ ഇനി അകാല മരണം ഉണ്ടാകത്തില്ല.
അമ്മ വൈക്കത്ത് ഹോട്ടൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ആ മനുഷ്യന്റെ വീട്ടില്, ആ ഹോട്ടലില് താനും തന്റെ അനിയനും അമ്മ കൂടെയുള്ള ജോലിക്കാരും ചേർന്നാണ് ഹോട്ടൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു ദിവസം വെളുപ്പിന് എഴുന്നേറ്റ് അനിയനെ തട്ടി വിളിക്കുമ്പോൾ ചലനമറ്റു കിടക്കുകയാ. സ്വതന്ത്രം അനിയൻ ചലനമറ്റു കിടക്കുകയാണ്. അനിയൻ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ മക്കളെ, ഒരിക്കലും ചിന്തിക്കാത്ത തലത്തിൽ അദ്ദേഹത്തിന്റെ ഹൃദയത്തിന്റെ അകത്തളത്തിൽ ഭാരം വന്നു. പിന്നെയും അവർ അന്വേഷിച്ചു പോയി. സ്വതന്ത്രം വെളിപ്പാട് പറയുന്നവരെയും ലക്ഷണം നോക്കുന്നവരെയും പ്രശ്നം വെക്കുന്നവരെയും കൊണ്ടുവന്നു. യാഗതന്ത്രിമാരെ കൊണ്ടുവന്നു. പിന്നെയും വീട്ടില് യാഗശാല ഉയർന്നു. സ്വതം ദിവസങ്ങളോളം നിലനിൽക്കുന്ന പൂജകൾ. അതിനുവേണ്ടി പണം വേണം, കയ്യിൽ പൈസയില്ല, പൈസ തീർന്നു. ഹോട്ടലിലെ വലിയ സ്വതം അടപ്പുകളും ഹോട്ടലിലെ വലിയ പാത്രങ്ങളും ഫർണിച്ചറുകളൊക്കെ വിറ്റ് ലക്ഷക്കണക്കിന് രൂപ സ്വത പൂജയ്ക്ക് വേണ്ടി ചെലവഴിച്ച് പൂജയുടെ അവസാന ശുശ്രൂഷ എന്ന് പറയുന്ന പഞ്ചദ്രവ്യങ്ങൾ അടങ്ങിയിരിക്കുന്ന ഒരു നന്മ ഒരു ബ്രാഹ്മണന് കൊടുത്ത് ഈ ശുശ്രൂഷയിൽ നിന്ന് നിങ്ങൾക്ക് മോചനം പ്രാപിക്കാം. അങ്ങനെ പഞ്ചദ്രവ്യങ്ങൾ അടങ്ങിയിരിക്കുന്ന ഒരു സ്വതം നന്മ ബ്രാഹ്മണന് കൊടുത്തു. അന്ന് പറഞ്ഞു, 70 വർഷത്തേക്ക് നിങ്ങളുടെ കുടുംബത്തിൽ ഇനി ആർക്കും ഒരു മരണമുണ്ടാകത്തില്ല. അപ്പോ തന്റെ സ്വതം ഭാര്യയുടെ അമ്മ സ്വതന്ത്രം ഈ പുസ്തകവും എടുത്ത് ദൈവത്തെ ആരാധിക്കുന്നവളാ. ഈ പുസ്തകവും എടുത്ത് ദൈവത്തെ ആരാധിക്കുന്നവളാ. ഓരോ മരണങ്ങൾ നടക്കുമ്പോൾ ഈ മാതാവ് വന്നിട്ട് പറയും, മക്കളെ, നിങ്ങൾ സേവിക്കുന്നതിൽ എന്തോ കുഴപ്പമുണ്ട്. ജീവനുള്ളൊരു ദൈവമുണ്ട്, അത് കർത്താവായ യേശു ക്രിസ്തുവാണ്. അവൻ സംസാരിക്കുന്നവനാണ്, അവൻ ഇടപെടുന്നവനാണ്. അവന്റെ ജീവിതം കൊണ്ട് നിങ്ങൾക്ക് അനുഗ്രഹമേ ഉണ്ടാകത്തുള്ളൂ. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ മക്കളെ, ഞാൻ വേഗത്തിൽ പറഞ്ഞു പോവുകയാണ്. സ്വതന്ത്രം 70 വർഷത്തേക്ക് ഇനി മരണമുണ്ടാകത്തില്ല എന്ന് പറഞ്ഞ വീട്ടില് തന്റെ ഭാര്യ മിനി എന്നാണ് ഭാര്യയുടെ പേര്, 2ാമത് ഗർഭം ധരിച്ചു. ഈ KK ബാബു ഒന്നുമുള്ള ഒരു ദൈവദാസനാണ് കേട്ടോ. അദ്ദേഹത്തിന്റെ സാക്ഷി ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് കേട്ടിരിക്കുന്നതാ. സ്വതന്ത്രം തന്റെ ഭാര്യ മിനി 2ാമത് ഗർഭം ധരിച്ചു. ഹല്ലേലൂയ. പലപ്പോഴും മിനിയോട് അമ്മ വന്ന് പറയാറുണ്ട്, മകളെ, സ്വതന്ത്രം ഈ ബൈബിള് നിന്റെ വീട്ടിനകത്ത് വെച്ചോ, നീ ഇടക്കൊന്നെടുത്ത് വായിച്ചോ. സ്വതന്ത്രം ഇതിൽ നിന്ന് നിനക്ക് അനുഗ്രഹവും നന്മയും ഉണ്ടാകും, നിന്റെ ഹൃദയത്തിൽ ആശ്വാസം വരും. പലപ്പോഴും മിനി എടുത്ത് ഇത് വായിക്കാറുണ്ട്. മിനി വായിച്ചിട്ട് ഒരിക്കൽ തന്റെ ഭർത്താവിനോട് പറഞ്ഞു, KK ബാബുവിനോട് പറഞ്ഞു, സ്വതന്ത്രം ചേട്ടാ, ഇന്ന് ദൈവം എന്നോട് സംസാരിച്ചു. അദ്ദേഹം പറഞ്ഞു, 33 കോടി ദൈവങ്ങളെ സേവിക്കുന്ന ഞാൻ, എന്നോട് ഇന്ന് വരെ ഒരു ദൈവം പോലും സംസാരിച്ചിട്ടില്ല. പിന്നെയാണോ സ്വതന്ത്രം വിദേശിയായിരിക്കുന്ന ഒരു ദൈവം നിന്നോട് സംസാരിച്ചെന്ന് പറയുന്നത്? സ്വതന്ത്രം ഞാൻ ഒരിക്കലും അത് വിശ്വസിക്കത്തില്ല. സ്വതം ഭാര്യ ഗർഭം ധരിച്ചു. പലപ്പോഴും ഈ ഭാര്യ ദൈവവചനവുമായിട്ടുള്ള ബന്ധത്തിൽ പ്രാർത്ഥിച്ച് ദൈവത്തോട് അല്പമായിട്ടൊക്കെ ഒന്ന് അടുക്കാൻ തുടങ്ങി. സ്വതന്ത്രം ഏകദേശം പ്രസവ സമയം അടുത്തപ്പോൾ ഇവരൊരു പ്രൈവറ്റ് ഹോസ്പിറ്റലിലാണ് കാണിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ തൻ്റെ ഒരു അമ്മായി സ്വതന്ത്രം അവിടുത്തെ വൈക്കത്തെ ഗവൺമെന്റ് ഹോസ്പിറ്റലിലെ സ്വതന്ത്രം ഒരു നേഴ്സായി വർക്ക് ചെയ്യുമ്പോൾ, ഹെഡ് നേഴ്സായി വർക്ക് ചെയ്യുമ്പോൾ ഡെലിവറി ഇവിടേക്ക് മാറ്റി. എന്നാൽ ഡെലിവറി സമയം പെട്ടെന്ന്, ഒരിക്കലുമില്ലാത്ത സാഹചര്യം, നല്ല കാലാവസ്ഥയായിരുന്നു. പെട്ടെന്ന് ഡെലിവറി സമയം കാലാവസ്ഥകൾക്ക് മാറ്റം വന്നു. മേഘാവൃതമായി കാറ്റുണ്ടായി, മഴയുണ്ടായി. സ്വതം സർജറി വേണമെന്ന് ആവശ്യപ്പെടുന്ന സാഹചര്യത്തിൽ വൈക്കത്തെ ഗവൺമെന്റ് ഹോസ്പിറ്റലിന്റെ സ്വതം ലൈറ്റുകൾ, ഇലക്ട്രിസിറ്റി മുഴുവൻ നഷ്ടപ്പെട്ടു. ക്രിട്ടിക്കൽ സ്റ്റേജിലായിരിക്കുന്ന ഈ വ്യക്തിത്വത്തെ ഹോസ്പിറ്റലിൽ എത്തിക്കുവാൻ വേണ്ടി അകത്തു നിന്ന് പുറത്തേക്ക് ഒരു ശബ്ദം വരികയാണ്, വേഗത്തിൽ വാഹനം കരുതാം, ഈ വ്യക്തിത്വത്തെ ഏതെങ്കിലും ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണം. വൈക്കത്ത് ഒത്തിരി ആളുകളുമായിട്ട് ബന്ധമുള്ള ഈ മനുഷ്യൻ ഒരു ടാക്സിക്ക് വേണ്ടി അലഞ്ഞു. സ്വതന്ത്രം താൻ അവിടെ ബോധമറ്റവനായി വീണു. തനിക്ക് ബോധം തെളിയുമ്പോൾ സ്വതന്ത്രം 3-4 ഒരു ഹോസ്പിറ്റൽ നിലയുള്ള ഒരു ഹോസ്പിറ്റലിന്റെ ആദ്യത്തെ ഫ്ലോറിൽ താൻ ചെല്ലുകയാണ്. ആരൊക്കെയോ കൂടി തന്നെ കൊണ്ടുപോകുക, ഭാര്യ എന്നെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് താൻ ആ വഴി കയറി പോകുമ്പോൾ സ്വതന്ത്രം ഒരു ഇടനാഴി തിരിഞ്ഞു ചെല്ലുമ്പോൾ ഒരു ബോഡി അവിടെ വെള്ളത്തുണിയിട്ട് പുറപ്പിച്ചിട്ടിരിക്കുക. താൻ കയറി പോകുക, തന്റെ ഭാര്യയെ അഡ്മിറ്റ് ചെയ്തിരിക്കുന്ന മുറിക്കകത്തേക്ക് അല്ലെങ്കിൽ ഓപ്പറേഷൻ തിയേറ്ററിന്റെ വാതിക്കലേക്ക് പോകുന്ന സമയത്ത് പെട്ടെന്ന് കാലിൽ നോക്കിയപ്പോൾ തന്റെ ഭാര്യ ഇട്ടിരിക്കുന്ന പോലെ ഒരു പാദസരം കാലിൽ കിടക്കുന്നതായിട്ട് കണ്ടു. സ്വതന്ത്രം താൻ അവിടെ നിശ്ചലനായി നിന്നു. സ്വതന്ത്രം താൻ ആ ശച്ചസിലൊന്ന് പിടിച്ചു. ആ തുണിയൊന്ന് മാറ്റി നോക്കിയപ്പോൾ തന്റെ ഭാര്യ അവിടെ നിശ്ചലമായി കിടക്കുകയാണ്. സ്തോത്രം. 70 വർഷത്തേക്ക് നിങ്ങളുടെ കുടുംബത്തിൽ ഇനി ഒരു മരണം സംഭവിക്കുകയില്ല എന്ന തന്ത്രിമാരും സ്വതം ആഭിചാരകന്മാരും മന്ത്രവാദികളും ഉറപ്പോടുകൂടി പറഞ്ഞ സ്ഥാനത്ത് സ്വതന്ത്രം തന്റെ ഭാര്യ
അവിടെ ചലനമറ്റ് കിടക്കുകയാണ്. ആമെ സ്വത ഹോസ്പിറ്റലിലെ 4ാമത്തെ നിലയിലേക്ക് കയറി ചെന്ന് ചാടി മരിക്കാൻ വേണ്ടി ഒരുക്കപ്പെടുമ്പോൾ തന്റെ മൂത്ത കുഞ്ഞ് സ്വത 4 വയസ്സുള്ള മൂത്ത കുഞ്ഞ് കാലിൽ പിടിച്ച് കലറിക്കരയുകയാണ്. അച്ഛാ, അത് നിമിത്തം കൊച്ചിനെ വാരിയെടുത്ത് ആരൊക്കെയോ പിടിച്ച് തന്നെ താഴേക്കിറക്കി. സ്തോത്രം. വീട്ടിലേക്ക് മടങ്ങിപ്പോന്നു. കുറെ ദിവസങ്ങളായിട്ട് ഉറക്കമില്ല. സ്തോത്രം. ഉറക്കമില്ല. കുഞ്ഞിനെ സ്വതം ഒരു കസേരയിൽ ചാരിക്കിടന്നിട്ട് കുഞ്ഞിനെ നെഞ്ചത്ത് കിടത്തി ഉറക്കും രാത്രിയും പകലും. അപ്പോഴാണ് സ്വതം മേശപ്പുറത്തൊരു പുസ്തകം ഇരിക്കുന്നു. സ്തോത്രം. ഉറക്കമില്ലാത്ത രാത്രികൾ ചില മാസങ്ങളോളമായി ഉറങ്ങാൻ കഴിയുന്നില്ല. മേശപ്പുറത്തൊരു പുസ്തകം ഇരിക്കുന്നു. താൻ ഇങ്ങനെ പറഞ്ഞു, എന്റെ മിനി പറഞ്ഞ ദൈവം ജീവനുള്ള ദൈവമാണെങ്കിൽ ഇന്ന് എന്നോട് സംസാരിക്കണമേ എന്ന് അന്ന് താൻ അവിടെ വെച്ച് പറയുവാനിടയായിത്തീർന്നു. നിശ്ചയമായിട്ട് എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ മക്കളെ, ഈ ദൈവം ജീവനുള്ള ദൈവമാണ്. താൻ പറഞ്ഞു നിർത്തിയ സെക്കൻഡിൽ ഒരു ദൈവ ശബ്ദം തന്നെ കാതുകൾ കേൾക്കുകയാ. സ്തോത്രം. മരിച്ചു കളയാം. ഉറക്കം നഷ്ടപ്പെട്ടു, സ്വസ്ഥത നഷ്ടപ്പെട്ടു, ഒരു ഭ്രാന്തനെ പോലെ ആയിത്തീർന്ന സാഹചര്യത്തിൽ കച്ചിത്തുരുമ്പെന്ന പോലെ താനൊന്ന് പറഞ്ഞു നോക്കിയതാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ എൻ്റെ മിനി എന്നോട് പറഞ്ഞ ദൈവം ജീവനുള്ള ദൈവമാണെങ്കിൽ സ്തോത്രം എന്നോട് സംസാരിക്കണമേ. ആ സെക്കൻഡിൽ തന്നെ ഒരു ശബ്ദം കേൾക്കുകയാണ്. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു. ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും. എന്റെ നീതിയുള്ള വലം കൈകൊണ്ട് നിന്നെ ഞാൻ താങ്ങി നടത്തും. തന്റെ സാക്ഷ്യത്തിൽ താൻ പറയുന്നത്, ഞാനൊരു പഞ്ഞിക്കെട്ട് പോലെ ആയിത്തീർന്നു. സ്വതം കരിങ്കല്ല് പോലെ സ്വതം വലിയ ഭാരവുമായിട്ടിരുന്ന എന്റെ ബുദ്ധിക്കകത്തേക്ക് സ്വതം മഞ്ഞുകെട്ട് ഇറങ്ങി വരുന്ന പോലെ ഒരു ഫീലിംഗ് ഉണ്ടായി. സ്തോത്രം. ഞാനൊരു പഞ്ഞിക്കെട്ട് പോലെ ആയിത്തീർന്നു. എപ്പോഴാണ് ഉറങ്ങിപ്പോയതെന്ന് എനിക്കറിയത്തില്ല. രാവിലെ 10 മണിയായപ്പോൾ എന്റെ അമ്മായിയമ്മ വന്ന് വാതിക്കൽ മുട്ടുകയാണ്. ആ സെക്കൻഡിലാണ് ഞാൻ എഴുന്നേറ്റത്. സ്വതം തനിക്കൊരു കാര്യം ഉറപ്പായി, ജീവനുള്ളൊരു ദൈവമുണ്ട്. ജീവനുള്ള ഒരു ദൈവമുണ്ട്. ഇവൻ പ്രവർത്തിക്കാൻ കഴിവുള്ള ദൈവമാണ്. ഹല്ലേലൂയ. അന്ന് മുതൽ ഇന്ന് വരെയും പ്രിയ മക്കളെ, ഈ ജീവനുള്ള ദൈവത്തെ എല്ലാ മേഖലകളിലും മഹത്വപ്പെടുത്തുകയാണ്. കർത്താവിന്റെ ശക്തനായ ഒരു അഭിഷിക്തനാ കെ ബാബു. നിങ്ങൾക്കറിയോ പ്രിയ മക്കളെ, ഹല്ലേലൂയ, ജീവനുള്ള ഒരു ദൈവം. അവൻ സംസാരിക്കാൻ കഴിവുള്ളവനാ. ഇടപെടുവാൻ കഴിവുള്ളവനാ. അതുകൊണ്ട് ഭാരപ്പെടരുത്. ഇടവിടാതെ അവന്റെ സന്നിധിയിൽ ഇരുന്നോ. ആമേൻ. എനിക്കറിയത്തില്ല, ഇന്ന് ഈ പകലിൽ ഇതിന്റെ നടുവിൽ ഒരു പ്രവൃത്തി ദൈവം ചെയ്യുകയാ. കേട്ടോ, നീ ഭാരപ്പെടുന്ന ചില വിഷയത്തിന്റെ കെട്ടുകളെ അഴിച്ചുകൊണ്ട് ഒരു ദൈവപ്രവൃത്തി ഹൃദയത്തിനകത്തളത്തിൽ ഇന്ന് വരെ നീ അനുഭവിക്കാത്തൊരാശ്വാസം പരിശുദ്ധ ദൈവം ജീവിതത്തിന്മേൽ പകർത്തി തരികയാണ്. നിന്റെ കണ്ണുനീര് തുടക്കം, നിന്റെ ദുഃഖം മാറ്റും, നിന്റെ പ്രയാസങ്ങൾ സ്വർഗത്തിലെ ദൈവം നീക്കം ചെയ്യും. എന്റെ വാക്കുകളെ ഞാൻ നിർത്തുകയാണ്. ഇടവിടാതെ ദൈവത്തെ എന്ത് ചെയ്യണം? മഹത്വപ്പെടുത്തണം. വൈകുന്നേരത്തെ കാലത്ത് ഉച്ചക്കും എന്റെ സങ്കടം ബോധിപ്പിച്ച് ഞാൻ കരയും. ദാനിയേൽ പറയുന്നു, സ്വന്തം രേഖ എനിക്ക് വിരോധമായി എഴുതിയിരിക്കുന്നു എന്നറിഞ്ഞപ്പോൾ എന്നും ചെയ്യുന്നത് പോലെ യെരൂശലേമിന് നേരെ കിളിവാതിൽ തുറന്നിട്ട് മുട്ടുകുത്തി പ്രാർത്ഥിക്കാൻ തുടങ്ങി. യേശു മുഴു രാത്രി പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ. മത്തായി സുവിശേഷം 14-ാം അധ്യായം അതിന്റെ 22-23 വാക്യം വായിച്ച് നമുക്ക് നിർത്താം. ഉടനെ യേശു താൻ പുരുഷാരത്തെ പറഞ്ഞയക്കുന്നതിനിടയിൽ ശിഷ്യന്മാർ പടയിൽ കയറി തനിക്ക് മുമ്പായി അക്കരയ്ക്ക് പോകാൻ അവരെ നിർബന്ധിച്ചു. അവൻ പുരുഷാരത്തെ പറഞ്ഞയച്ചിട്ട് പ്രാർത്ഥിപ്പാൻ തനിയെ മലയിൽ കയറിപ്പോയി. യേശുവിന് ശീലമുണ്ടായിരുന്നു. വെറുതെ ഇരിക്കുന്നവനല്ല. ലഭിക്കുന്ന സമയം എന്ത് ചെയ്യും? പ്രാർത്ഥിക്കും. ഇടപെടാതെ പ്രാർത്ഥിക്കും. രാത്രിയിൽ പ്രാർത്ഥിക്കും, പകല് പ്രവർത്തിക്കും. രാത്രിയിൽ പ്രാർത്ഥിക്കും, പകല് പ്രവർത്തിക്കും. സ്തോത്രം. കർത്താവ് നമ്മുടെ മധ്യത്തിലുണ്ട്. ഹല്ലേലൂയ. രാത്രിയുടെ 4-ാം യാമത്തിൽ ശിഷ്യന്മാർ തണ്ട് വലിച്ച് വലയുന്നത് അവൻ കണ്ടു. ആ വെള്ളത്തിന്റെ മുകളിലേക്ക് ഇറങ്ങി ചെല്ലുകയാ. വീട്ടിൽ ചെന്ന് ഇതിന്റെ ബാക്കി നിങ്ങൾ വായിച്ചാൽ മതി. ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്നവനാണോ? ചിലതിന്റെ ഹൃദയത്തിലെ ഭാരങ്ങളെ സ്വർഗം നിനക്ക് മുമ്പാകെ കൊട്ടിയിട്ട് തരും. നീ വഴിതെറ്റി സഞ്ചരിക്കത്തില്ല, നീ നിരാശപ്പെടത്തില്ല, നീ ഭാരപ്പെടത്തില്ല. എന്തിനും ഏതിനും പ്രവർത്തിക്കാൻ കഴിവുള്ളൊരു ദൈവം കൂടെ ഉണ്ടെന്നുള്ളൊരു ഉറപ്പ് പരിശുദ്ധ ദൈവം തരും. കണ്ണുകളടക്കാം, പ്രാർത്ഥിക്കാം. പരിശുദ്ധനും നിത്യനും നീതിമാനുമാകുന്ന സ്വർഗത്തിലെ ഞങ്ങളുടെ നല്ല ദൈവമേ,
ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഞങ്ങളെ തന്നെ താഴ്ത്തുകയാണ്. തെസ്സലോനിക്ക ലേഖനം 5-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യം ഇങ്ങനെ വിളിച്ചു പറയുന്നു: എപ്പോഴും സന്തോഷിപ്പിൻ, ഇടപെടാതെ പ്രാർത്ഥിപ്പിൻ. ഇടപെടാതെ സേവിച്ച ദൈവഭൃത്യന്മാർ, ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ, ആരും പരാജയപ്പെട്ടു പോയില്ല. പ്രതിസന്ധികൾ കയറി വന്നപ്പോൾ അതിന്റെ മധ്യത്തിൽ അവരെ നിലനിർത്താൻ സ്വർഗത്തിലെ ദൈവം കൂടെയിരുന്നു. ബലവും ശക്തിയും അധികമായി പരിശുദ്ധ ദൈവം ധരിപ്പിച്ചു. ആവശ്യങ്ങളുടെ മധ്യയെല്ലാം ദൈവത്തിന്റെ ആത്മാവ് പ്രവർത്തിച്ചു. ഇന്ന് പകലിൽ ആമേൻ, തലകളെ വണക്കിയിരിക്കുന്ന ദൈവമക്കളെ, നിങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിലെ ദൈവം ഒരു അത്ഭുതം ചെയ്യും. ഹല്ലേലൂയ, ആമേൻ. ഇന്ന് ദൈവം നിങ്ങളെ കൊണ്ടുവന്നതാ. പക്ഷെ ഒരു കാര്യം, അവനുമായിട്ടൊന്ന് പറ്റിയിരുന്ന പ്രാർത്ഥനയിൽ നിരവരായി ആമേൻ, ദൈവത്തൊന്ന് മഹത്വപ്പെടുത്ത നിന്റെ വിഷയത്തിന്റെ മധ്യത്തിൽ സ്വർഗം കരനീട്ടും. ഭാരപ്പെടരുത്. ഇവൻ ജീവനുള്ള ദൈവമാ. സങ്കടങ്ങളെ മായ്ക്കുന്നവനാ, കണ്ണുനീര് തുടക്കുന്നവനാ. കർത്താവേ, തലകളെ വണക്കിയിരിക്കുന്ന ഞങ്ങളുടെ മക്കളെ ദൈവം അനുഗ്രഹിക്കണം. സമാധാനവും സന്തോഷവും ജീവിതത്തിന്മേൽ അധികമായി കൊടുക്കണം. യേശുക്രിസ്തുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ കേൾക്കണം, സ്വർഗീയ നല്ല പിതാവേ. ഹല്ലേലൂയ. കർത്താവിന്റെ മേശ നമ്മുടെ മധ്യത്തിൽ